ദൈവം നമ്മളെ എന്ത് ചെയ്യാന്നറിയാമോ? നമ്മളെ ഗ്രേഡ് തിരിക്കുകയാണ്. ദൈവം നമ്മളെ ഗ്രേഡ് തിരിക്കുക, നമ്മളെ തരം തിരിക്കുന്ന ദൈവം. The God who grades us, who classifies us. നമ്മളെ തരം തിരിക്കുന്ന ദൈവം. മനുഷ്യരെ പ്രസാദപ്പെടുത്തുവാൻ മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കാതെ ദൈവത്തെ പ്രസാദപ്പെടുത്തുവാൻ ദൈവത്തിന്റെ മുമ്പിൽ ജീവിച്ച് ദൈവഹൃദയത്തിൽ വളരുക. അതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം പറയുക, നീ വിശ്വസിച്ചാൽ ദൈവപ്രസാദം നിനക്ക് ലഭിക്കും, വിശ്വസിക്കാത്തവൻ അത് ലഭിക്കത്തില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നല്ല വാല്യൂ ആയിരിക്കും ദൈവഹൃദയത്തിൽ, നമുക്ക് ഭയങ്കര വിലയായിരിക്കും. പക്ഷെ ദൈവം പറയുന്നു, എപ്പോ വേണമെങ്കിലും അത് ഇടിയാം, എപ്പോ വേണമെങ്കിലും അത് ഇടിയാം, എപ്പോ വേണമെങ്കിലും അത് ഇടിയാം. പിന്മാറുന്നുവെങ്കിൽ ഇടി. നീ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് നിന്നിൽ പ്രസാദം ഇല്ല. കണ്ടോ ഇടിയനുണ്ടോ? അതവരുടെ ഹെവൻലി ഷെയർ ഇടിയും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇതല്ലയോ കർത്താവ് പറഞ്ഞത്? നീ ആരാധിക്കാൻ പോകുമ്പോൾ വല്ലവർക്കും നിന്നോട് വല്ലതും ഉണ്ടെന്നറിഞ്ഞാൽ നീ ഇപ്പൊ ആരാധിക്കേണ്ട. കാരണം നിനക്ക് അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. കാരണം നീ ഇന്ന് മരിച്ചാൽ നിത്യനരകത്തിൽ പോകും. അതുകൊണ്ട് ആരാധന വസ്തുവോടെ വെച്ചിട്ട് ആദ്യം പോയി നിന്നോട് ആർക്കൊക്കെയാ വിരോധമുള്ളതെന്ന് മനസ്സിലാക്കി അവരോട് പോയി നിരന്നുകൊള്ളുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അത് ഷാജി ബ്രദർ ആയാലും ശരി, അത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവത്തിന്റെ ദാസനായാലും ശരി, ആരായാലും ശരി, ദൈവത്തിന് മുഖപക്ഷമില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹല്ലേലൂയ. ഈ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പൊ ഈ നാളുകളിൽ ആള് മാറാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് അറിയില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് അറിയത്തില്ല. അത് അറിയണം, പഠിക്കണം, അത് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആള് മാറാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ സമയാസമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെളിപ്പെടും. അകത്തുനിന്ന് നമ്മൾ വെളിപ്പെടുമ്പോഴാണ് ഇതാ ഭാര്യ ചിന്തിക്കുന്നു, എന്റെ ഭർത്താവ് ഇതുപോലൊരു പിശാചാണോ, ഭർത്താവ് ചിന്തിക്കുക എന്റെ ഭാര്യ ഇതുപോലൊരു പിശാചാണോ എന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെളിപ്പെടുകയാണ്. ദൈവത്തെ പ്രസാദിപ്പാൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണം. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ ജീവിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. പക്ഷെ യേശുക്രിസ്തു ഇവിടെ അവതരിപ്പിച്ചത് പുതിയ സൃഷ്ടിയുടെ ജീവിതമാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യേശുക്രിസ്തു ഇവിടെ ജീവിച്ചത് ന്യായപ്രമാണത്തിന്റെ ജീവിതം കീഴിലാണ്. പക്ഷെ യേശുക്രിസ്തു ഇവിടെ അവതരിപ്പിച്ചത് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. തന്റെ അപ്പന്റെ ആത്മാവ് പറയുന്നു, താൻ ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മാവിന്റെ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ് വരുമ്പോൾ ന്യായപ്രമാണം കളയണം. വേണ്ട, ന്യായപ്രമാണം ഓട്ടോമാറ്റിക് നിവർത്തിക്കപ്പെടും. ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമത്തിൽ നാം ജീവിച്ചാൽ വളരെ മനോഹരമായി ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തി തലത്തിലേക്ക് വരും. ഹല്ലേലൂയ. യേശു ജീവിച്ചത്, യേശു ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ജീവിച്ചതെങ്കിലും യേശു ജീവിച്ചത് ആത്മാവിന്റെ പ്രമാണത്തിലാണ്. ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിച്ച യേശു ന്യായപ്രമാണം ഓട്ടോമാറ്റിക് നിവർത്തിച്ചു. മക്കളെ, നമുക്ക് എന്നു മുതൽ ദൈവത്തിന് മുമ്പിൽ ജീവിക്കാന്ന് അറിയോ? എന്നാണോ ദൈവരാജ്യത്തിൽ ജനിച്ചത് അന്ന് മുതൽ ജീവിക്കാം. കാരണം ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുക, വീണ്ടും ജനിച്ചില്ല എങ്കിൽ യേശു പറയാണ്, നീ ദൈവരാജ്യം കാണത്തില്ല. ആരോടാ പറയുന്നേ? പള്ളിയിലെ വലിയ പ്രസംഗനോടാ പറയുന്നേ, നിക്കോദിമോസിനോടാ പറയുന്നേ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല എന്ന്. അപ്പൊ വീണ്ടും ജനിച്ചാൽ എന്നാ കാണാൻ പറ്റും? ദൈവരാജ്യം കാണാൻ പറ്റും. അന്ന് പോലെ അവിടുത്തെ സിറ്റിസൺ, അന്ന് പോലെ അവിടെ ജീവിച്ചുകൂടെ? ഇനി എന്തിനാ മരിക്കുന്നവരെ കാത്തിരിക്കണേ? ഇവിടെ മരിക്കുന്നവരെ എന്തിനാ കാത്തിരിക്കണേ? അന്ന് മുതൽ അവിടെ ജീവിക്കാം. അന്ന് മുതൽ അവിടെ ജീവിച്ച യോഹന്നാൻ പറയുന്ന പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടിയാണ് അവിടെ കണ്ടതും കേട്ടതൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അതായത് ഭൂമി എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്ന സ്ഥലമാണ്, സ്വർഗം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന്, ഇവിടുത്തെ ലോക സിസ്റ്റത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അതാ പറഞ്ഞ ബി എ ട്രാവലർ. എങ്കിൽ നമ്മുടെ മൂല്യം ദൈവഹൃദയത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും, ഷെയർ വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ ആത്മാവാൽ നയിക്കപ്പെടാൻ തുടങ്ങിയാൽ, ദൈവപുത്രന്മാരാകാൻ തുടങ്ങിയാൽ, പുതിയ സൃഷ്ടിയിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ ഇതാ കോൺട്രിബ്യൂട്ടറായി മാറും. ആ റോക്കറ്റ്, ആ സാറ്റലൈറ്റിനെ ബഹിരാകാശം കൊണ്ട് എത്തിച്ചതുപോലെ നാം യാത്ര ചെയ്യണം. നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ഈ ഭൂമിയിലെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലെ സിസ്റ്റത്തിൽ കൊണ്ട് പാർക്ക് ചെയ്യിക്കണം. ഹല്ലേലൂയ. അങ്ങനെയൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. പിന്നെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാഞ്ഞേട്ടാ. നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടേ. പകരം ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇനിയും ഭൂമിയിലുള്ളത്
അല്ല, നമ്മൾ നിരന്തരം അനുസരണക്കേട് കാണിക്കുന്ന വചനം. ഹല്ലേലൂയ. നീ ഒരു കമ്പനിക്ക് വേണ്ടി വണ്ടി ഓടിക്കുവാണെങ്കിൽ വണ്ടിയുടെ പെട്രോൾ തീർന്നതിന് മുമ്പ് കമ്പനി കൊണ്ട് പെട്രോൾ അടിച്ചിട്ട് പോകും. കാരണം നീ വണ്ടി നിർത്തിയാൽ ആർക്കാ നഷ്ടം? കമ്പനിക്ക് നഷ്ടം. അതുകൊണ്ടാ പ്രിയ സഹോദരങ്ങളെ ആദ്യമേ പറഞ്ഞ് നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി, കമ്പനിക്ക് വേണ്ടി ഓട്. നിങ്ങളുടെ ഈ വണ്ടി ഉണ്ടല്ലോ തളരാൻ ദൈവം മുതലാളി അനുവദിക്കത്തില്ല. വേണ്ട ആരോഗ്യം, വേണ്ട ശക്തിയും, വേണ്ട ബലവും ഒക്കെ തന്ന് നിങ്ങളെ ദൈവം ഓടിക്കും, ശക്തിയോടുകൂടി ഓടിക്കും. പക്ഷെ നിങ്ങൾ ഓടാൻ വേണ്ടി തളർന്നാൽ നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞ ബുദ്ധിമുട്ടാ, ഇന്നൊരു പ്രയാസമാ, ഇന്നൊരു വിഷമമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന, ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് അവളെ ഒന്ന് സന്തോഷിപ്പിക്കണം, ഞാൻ 2 കാളയെ വാങ്ങിച്ചു, അതിനെ നോക്കാൻ പോകണം, ഞാൻ പുതിയതായിട്ടൊരു സ്ഥലം കണ്ടു, അതിന് കാര്യങ്ങൾക്ക് പോകണം, ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവസഹായം ഒരല്പം ആ ദൈവഹൃദയത്തിലുള്ള നമ്മളെക്കുറിച്ചുള്ള ചിന്ത ആ ഷെയർ ഒരല്പം ഇടിയും. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും സഹായിക്കുകയും കൂട്ടായിരിക്കുകയും ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ അനുഗ്രഹം നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹം നമ്മൾ ഓരോരുത്തരെയും ദൈവ കുടുംബത്തിലെ നിത്യ അംഗങ്ങളാക്കി മാറ്റുവാനായിട്ട് ഇടയാകട്ടെ, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ. ഹല്ലേലൂയ. സൂമിലൂടെ, ഓൺലൈനിലെ വിവിധ മാർഗങ്ങളിലൂടെ, MP3യിലൂടെ ഈ ഹോളിൽ എന്നെ നേരിട്ടും ദൈവത്തിൻ്റെ സ്വരം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും പണിതെടുക്കുവാൻ സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം അല്പസമയത്തേക്ക് ഭൂമിയിലുള്ള ദൈവം നമ്മൾ എന്ത് ചെയ്യാന്നറിയാമോ? നമ്മളെ ഗ്രേഡ് തിരിക്കുകയാണ്. ദൈവം നമ്മളെ ഗ്രേഡ് തിരിക്കുക. നമ്മളെ തരം തിരിക്കുന്ന ദൈവം. The God who grades us, who classifies us. നമ്മളെ തരം തിരിക്കുന്ന ദൈവം. താങ്ക് യു അപ്പ. പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ, ഒരിക്കല് തമിഴ്നാട് ബോർഡറിൽ, തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിൽ ചില ദിവസങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് താമസം കിട്ടിയത് ഒരു കശുവണ്ടി ഫാക്ടറിയിലാണ്. ആ കശുവണ്ടി ഫാക്ടറിയുടെ മാനേജർ താമസിക്കുന്ന ആ മുറിയാണ് താമസമായിട്ട് തന്നത്. അപ്പോൾ ഇടയ്ക്ക് ആ കശുവണ്ടി ഫാക്ടറിയുടെ മുതലാളി ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കശുവണ്ടി ഫാക്ടറി കാണിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, കുറേ സ്ത്രീകൾ അവിടെയുണ്ട്. ആ സ്ത്രീകൾ ഈ കശുവണ്ടി അവർ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, അവർ പറഞ്ഞത് കശുവണ്ടി അവർ ഇറക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് കശുവണ്ടി ഇറക്കിയിട്ട് ആ കശുവണ്ടി അവിടെ പിളർന്ന് അതിൻ്റെ പരിപ്പ് എടുത്ത് അവർ പാക്ക് ചെയ്യുകയാണ്. പക്ഷെ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതിനെ ഗ്രേഡ് തിരിക്കുന്നുണ്ട്. അതിനെ ഗ്രേഡ് തിരിക്കുക. ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, അതായത് ഒരല്പം പോലും പൊട്ടാത്തത്, ഭംഗിയുള്ളത്, സൈസുള്ളത്, ഇതാണ് ഫസ്റ്റ് ഗ്രേഡ്. അതിനുശേഷം സെക്കൻഡ് ഗ്രേഡ്, എവിടെയെങ്കിലും ഇച്ചിരി ചിന്നൽ വീണത്, ഇതൊക്കെ വേറെ സെക്കൻഡ് ഗ്രേഡ്. പിന്നെ കുറച്ച് കൂടുതൽ പൊട്ടിപ്പോയത് തേർഡ് ഗ്രേഡ്. പിന്നെ ഈ പൊട്ടിപ്പോയതെല്ലാം കൂടി ചേർന്ന് വേറൊരു ഗ്രേഡ്. ഇതിൽ നിന്നെല്ലാം പൊട്ടി അടർന്നൊക്കെ പോയില്ലേ, അതെല്ലാം കൂടി ചേർന്ന് വേറൊരു ഗ്രേഡ്. ഇതേപോലെ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം ദൈവം നമ്മളെ ഗ്രേഡ് തിരിക്കുക. ഹല്ലേലൂയ. അവസാനം ആ കശുവണ്ടിയുടെ മേജർ ഭാഗവും കളയും. അതതിൻ്റെ പുറന്തൊണ്ട, അതിനെ കളയും, കത്തിച്ചു കളയും.
എന്നാൽ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നതിനെ ഗ്രേഡ് തിരിക്കും. ഇതേപോലെ ഈ ലോകത്തിൽ ലോകമക്കൾ എന്ന കാറ്റഗറിയിൽ ഉള്ളതിനെയൊക്കെ ദൈവം കളയും. പക്ഷേ ദൈവമക്കൾ എന്ന കാറ്റഗറിയിൽ ഉള്ളതിനെയൊക്കെ ദൈവം ഗ്രേഡ് തിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആ കശുവണ്ടി വലിയ സൈസുള്ളത്, നല്ല ഷേപ്പുള്ളത്, ആ കളറുള്ളത്, പൊട്ടാത്തത്, അത് ഫസ്റ്റ് ക്വാളിറ്റിയായി ഗ്രേഡ് നമ്പർ 1. ദൈവവചനത്തിൽ നമുക്ക് കാണാം 100 മേനി, ഗ്രേഡ് നമ്പർ 1. പിന്നെ ഒരു അല്പം ചിന്നലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ, ചെറിയ ചിന്നലൊക്കെ ആണെങ്കിൽ ഗ്രേഡ് നമ്പർ 2. വീണ്ടും ഗ്രേഡ് നമ്പർ 3, കൂടെയും കൂടെ പൊട്ടിപ്പോയതൊക്കെ. ഞാൻ മനസ്സിലാക്കുന്നത്, തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തോട് കൂടെയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുമ്പോൾ നമ്മൾ ഗ്രേഡ് നമ്പർ 1 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിൽ നമ്മൾ സ്വർഗീയ പിതാവുമായി വളരെ ചേർന്നായിരിക്കും, തേജസ് കൂടുതലായിരിക്കും. എന്നാൽ 2 ആകുമ്പോൾ കുറേയും കൂടി അകലമായിരിക്കും, 3 ആകുമ്പോൾ കുറേയും കൂടി അകലമായിരിക്കും. ഇതാണ് എൻ്റെ ചിന്ത കേട്ടോ, എൻ്റെ ചിന്ത. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തോട് അടുത്തു വരുവിൻ. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു വരുവിൻ. പക്ഷേ നമ്മൾ ഇന്ന് മനുഷ്യരോടാണ് അടുത്ത് നിൽക്കുന്നത്, നമ്മുടെ സ്വയത്തോടാണ് അടുത്ത് നിൽക്കുന്നത്, ദൈവത്തോടല്ല. അപ്പോ സ്വയത്തെ റിപ്പൽ ചെയ്തിട്ട് ദൈവത്തിനോട് അടുത്തു വരുവാൻ നാം തയ്യാറാകണം. അങ്ങനെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, സ്പിരിച്വൽ ഷെയർ വർദ്ധിപ്പിക്കണം. ഇത് യഥാർത്ഥത്തിൽ ഒരു ഓഹരി വിപണി പോലെ ഈ സംഭവം. ഈ ലോകത്തിലെ ഓഹരി വിപണി പോലെ തന്നെ ഇറ്റ്സ് എ ഹെവൻലി ഷെയർസ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ ഓഹരിക്കാരാകും, പങ്കാളി, ഷെയർ ഹോൾഡേഴ്സ് ആകും. അപ്പൊ നമ്മളുടെ ഷെയർ നമുക്ക് വർദ്ധിപ്പിക്കണ്ടേ? ഷെയർ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ വർദ്ധിക്കുക എന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മളുടെ ഗ്രേഡ്, നമുക്ക് എത്രത്തോളം ഹെവൻലി ഷെയർസ് ഉണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മുടെ ഗ്രേഡ് വർദ്ധിക്കണേ. ക്രിസ്തുവിൽ ഷെയറുകൾ വർദ്ധിക്കണം, ഓഹരി വർദ്ധിക്കണം. ഈ ലോകത്തിലെ ഷെയർ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം ഞാൻ പറയാം നിങ്ങളോട്. അദാനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ? പ്രൈം മിനിസ്റ്ററായിട്ട് വലിയ കമ്പനിയാണെന്നൊക്കെയാണ് കേട്ടേക്കണേ. വലിയ ബിസിനസ്സുകാരനാണെന്ന് കേട്ടത്. എനിക്കത്ര അറിവൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയൊക്കെ പുള്ളിക്കെതിരെ സംസാരിക്കുന്ന ഒരു രംഗം നിങ്ങൾ കേൾക്കാനായിട്ട് ഇടയായി. അപ്പോഴാണ് മനസ്സിലായത്, ഈ വമ്പൻ ബിസിനസ്സുകാരൻ്റെ ഒരു ചെറിയൊരു സമയം കൊണ്ട്, അതായത് ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ ഇടിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1000 രൂപ 2000 രൂപയൊക്കെ എല്ലാവർക്കും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10000 രൂപ. അല്ല, ഷെയർ വാല്യൂ ഇടിഞ്ഞപ്പോ മാർക്കറ്റിൽ നിന്ന് പണം അപ്രത്യക്ഷമായി. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് എന്ത് സംഭവം. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴും മനസ്സിലായേ, 1000, 2000, 10000, 1 ലക്ഷം ഒന്നുമല്ല അപ്രത്യക്ഷമായത്. 2.60 lakh crores.
2.6 ലക്ഷം രൂപയല്ല, 2.60 ലക്ഷം കോടി രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് പുള്ളിക്ക് നഷ്ടമായി. ഇപ്പോഴും നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷവും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ പൈസയൊക്കെ എവിടെ പോയിരിക്കും? കത്തിച്ചു കളഞ്ഞോ? ഇങ്ങും പൈസ കത്തിക്കുന്നത് കണ്ടില്ലല്ലോ. പിന്നെ എവിടെ നിന്ന് പോയി? കാരണം ഇത്രയും രൂപ കൂട്ടിയിട്ട് കത്തിക്കണമെങ്കിൽ പൈസ പോയെന്നാ പറയണേ. ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പൈസയും ഒരു കറൻസിയും ആരും എവിടെ ഇട്ടും കത്തിച്ചില്ല. ഈ കറൻസി എന്ന് പറയുന്ന സാധനം അത് ഈ പേപ്പറിൽ അശോചക്രം പ്രിന്റ് ചെയ്ത് അശോചക്രം അത് സീലടിച്ച് അതിൽ വാല്യൂ എഴുതി 500, 100, 200 വാല്യൂ എഴുതിയിട്ടുള്ളൂ. അതല്ല യഥാർത്ഥ വാല്യൂ. യഥാർത്ഥ വാല്യൂ ഇരിക്കണത് മനുഷ്യന്റെ മനസ്സിലാണ്. കറൻസിയുടെ വാല്യൂ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാ. എന്നിട്ട് ഇത് ആത്മീയമായിട്ട് അപ്ലൈ ചെയ്യണം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കറൻസി വാല്യൂ ഉള്ള രാജ്യമാണ് കുവൈറ്റ്. എന്നാൽ ഇറാഖ് കയറി കുവൈറ്റിനെ പിടിച്ചപ്പോ, ആക്രമിച്ചപ്പോ, ആ ഒരു ദിവസം കൊണ്ട് കുവൈറ്റിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി വാല്യൂ വട്ടപൂജ്യമായി. എന്താ കാര്യം? കറൻസി കത്തിച്ചു കളഞ്ഞതാണോ? അല്ല. കാരണം കറൻസിയുടെ വാല്യൂ ഇരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാ. മനുഷ്യന്റെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് മൂല്യം കുറഞ്ഞാൽ, ഇനിയിപ്പോ അദാനിയുടെ ഷെയർ എടുത്തിട്ട് കാര്യം ഇല്ല. വാല്യൂ മൂല്യം കുറഞ്ഞാൽ അതോടുകൂടെ അതിന്റെ മൂല്യം കുറഞ്ഞു. ഇതാണ് ഈ ഭൂമിയിലെ കാര്യം. അപ്പൊ ഷെയറിന്റെ വാല്യൂ ഇടിയുന്നുണ്ടോ? എന്നാൽ നമ്മൾ സ്ഥിരം ജീവിക്കാൻ പോകുന്നത് ഭൂമിയിലല്ല. നമ്മൾ സ്ഥിരം ജീവിക്കാൻ പോകുന്നത് പുതിയ യെരൂശലേമിലാണ്, ക്രിസ്തുവിൽ ദൈവത്തോടു കൂടെ. മനുഷ്യ ഹൃദയത്തിൽ ഈ വാല്യൂ ഇടിയുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ കറൻസിയുടെ അല്ലെങ്കിൽ മണി വാല്യൂ ഇടിയുകയും താഴുകയും ചെയ്യുന്നു. ഷെയറിന്റെ വാല്യൂ ഇടിയുകയും താഴുകയും ചെയ്യുന്നത് പോലെ ഹെവൻലി ഷെയറിന്റെ വാല്യൂവും താഴുകയും ഇടിയുകയും ചെയ്യും. അത് മനുഷ്യന്റെ മനസ്സിലല്ല, അത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, മനുഷ്യരെ പ്രസാദപ്പെടുത്തുവാൻ മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കാതെ ദൈവത്തെ പ്രസാദപ്പെടുത്തുവാൻ ദൈവത്തിന്റെ മുമ്പിൽ ജീവിച്ച് ദൈവഹൃദയത്തിൽ വളരുക. മനുഷ്യഹൃദയത്തിൽ വളരാൻ എളുപ്പമാ, അഭിനയിച്ചാ മതി. ചക്കരെ, പാല്, തേനെ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒന്ന് പുറമേയൊക്കെ ഒന്ന് കാണിച്ചാൽ മനുഷ്യഹൃദയങ്ങളിൽ വളരാം. ഇതാ ഞാൻ നല്ലതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എല്ലാവരെയും ഒന്ന് അവതരിപ്പിച്ചാൽ മതി. പക്ഷെ ദൈവഹൃദയങ്ങൾ വളരൂല. ദൈവഹൃദയത്തിൽ വളരണമെങ്കിൽ നാം കാപട്യമില്ലാതെ ദൈവമുമ്പാകെ ജീവിക്കണം. മനുഷ്യ ഹൃദയങ്ങളിലെ പ്രസാദമാണ് നമുക്ക് ലോകത്തിൽ
വാല്യൂ ഉള്ളവരായി, മനുഷ്യരുടെ വാല്യൂ ഉള്ളവരായി ജീവിക്കാൻ കഴിയുക. പക്ഷെ നിമിഷ നേരം കൊണ്ട് ആ വാല്യൂ ഒക്കെ തകരാം. നിമിഷ നേരം കൊണ്ട് വാല്യൂ ഒക്കെ തകരാം. കഴിഞ്ഞ ദിവസം ഒരമ്മ കരഞ്ഞത് ഇങ്ങനെയാണ്: ദേവദാസനെ, എൻ്റെ മകളെ ഞാൻ പലയിടത്തും കൂലിവേലയ്ക്ക് പണിയെടുക്കാൻ പോയി, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അവളെ പഠിപ്പിക്കുകയും ഈ നിലയിൽ എത്തിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പൊ അവക്ക് എന്നെ കണ്ടുകൂടാ, അവക്ക് എന്നെ കണ്ടുകൂടാ. ഇത്രയും നാള് അമ്മ വലിയവളായിരുന്നു ആ മകൾക്ക്. പക്ഷേ ഒരു ചെറിയൊരു സംഭവം നടന്നതേ ഉള്ളൂ, ഉടനെ മകൾക്ക് അമ്മയെ ഇപ്പൊ കണ്ടുകൂടാ. ഉടനെ ഇതാ ആ വാല്യൂ, അമ്മയെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയത്തിലുള്ള വാല്യൂ ഇടിഞ്ഞു താഴെ പോയി. ഹല്ലേലൂയ. അപ്പോ മനസ്സിലുള്ള വാല്യൂ, എന്ത് വാല്യൂ ആണോ ഉള്ളത് അതനുസരിച്ചിട്ടാണ് നാം ഓരോ കാര്യത്തിനും വില കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവപ്രസാദം നിനക്ക് ലഭിക്കും, വിശ്വസിക്കാത്തവനത് ലഭിക്കത്തില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നല്ല വാല്യൂ ആയിരിക്കും ദൈവഹൃദയത്തിൽ, നമുക്ക് ഭയങ്കര വിലയായിരിക്കും. പക്ഷെ ദൈവം പറയുന്നു, എപ്പോ വേണമെങ്കിലും അത് ഇടിയാം, എപ്പോ വേണമെങ്കിലും അത് ഇടിയാം, എപ്പോ വേണമെങ്കിലും അത് ഇടിയാം. പിന്മാറുന്നുവെങ്കിൽ ഇടിയും. നീ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് നിന്നിൽ പ്രസാദം ഇല്ല. കണ്ടോ ഇടിയനുണ്ടോ? അവരുടെ ഹെവൻലി ഷെയർ ഇടിയും. ഹല്ലേലൂയ. ഹെവൻലി ഷെയർ ഇടിഞ്ഞാൽ, സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ചുള്ള താല്പര്യം ഇടിഞ്ഞാൽ അതോടനെ ആരുടെ ഉള്ളിൽ വെളിപ്പെടും? ക്രിസ്തുവിന്റെ ഉള്ളിൽ വെളിപ്പെടും. ക്രിസ്തു ഉടനെ പറയും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്താലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിലാണ് ക്രിസ്തു ന്യായം വിധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുക. നാം എന്തിനാ യാത്ര എന്നറിയാമോ നിങ്ങൾക്ക്? നാം എന്തിനാ യാത്ര? കുനിഞ്ഞിരിക്കാൻ. പിന്നെ ചോദിക്കുമ്പോൾ കുനിയല്ല വേണ്ടത്, കോനി ചോദിക്കുന്നത്. നാം എന്തിനാ യാത്ര ബ്രദറെ? സ്വർഗസ്ഥനായ പിതാവിനെ കാണാൻ പോവുക, പപ്പയെ കാണാനൊരു യാത്രയാണിത്, അല്ലേ? ബൈബിൾ അങ്ങനെയല്ലേ പറയണേ, ഇല്ലേ? എല്ലാവരോടും തല്ലു പിടിച്ച്, എല്ലാവരോടും പ്രശ്നം ഉണ്ടാക്കി, അശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണോന്ന് പകരം ഇങ്ങനെയാ, എല്ലാവരോടും സമാധാനം ആചരിച്ച്. എങ്ങനെ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം, അശുദ്ധീകരണമല്ല, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അപ്പൊ എന്തിനാ ഉത്സാഹിക്കണ്ടേ? ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. കാരണം കുഞ്ഞെ, ഞാനും നിങ്ങൾ ആരെ കാണാൻ പോവാ? സ്വർഗീയ പിതാവിനെ കാണാൻ പോവുക. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുക. എൻ്റെ പ്രിയ മകനെ മകളെ, ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, ഇന്ന് കർത്താവ് പറയാ, മനുഷ്യപുത്ര, മേരിക്കുട്ടി, സൂസനെ, ജോസഫെ, ചാക്കോയെ, നിങ്ങളുടെ പേര് എന്ത് തന്നെ ആയിക്കോട്ടെ, മടങ്ങി വാ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ കാണോ? ആ ദൈവത്തെ കാണോ?
ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇതല്ലയോ കർത്താവ് പറഞ്ഞത്? നീ ആരാധിക്കാൻ പോകുമ്പോൾ വല്ലവർക്കും നിന്നോട് വല്ലതും ഉണ്ടെന്നറിഞ്ഞാൽ നീ ഇപ്പൊ ആരാധിക്കേണ്ട. കാരണം നിനക്ക് അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. കാരണം നീ ഇന്ന് മരിച്ചാൽ നിത്യനരകത്തിൽ പോകും. അതുകൊണ്ട് ആരാധന വസ്തുവോടെ വെച്ചിട്ട് ആദ്യം പോയി നിന്നോട് ആർക്കൊക്കെയാ വിരോധമുള്ളതെന്ന് മനസ്സിലാക്കി അവരോട് പോയി നിരന്നുകൊള്ളുക. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അത് ഷാജി ബ്രദർ ആയാലും ശരി, അത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവത്തിന്റെ ദാസനായാലും ശരി, ആരായാലും ശരി, ദൈവത്തിന് മുഖപക്ഷമില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹെബ്രായ ലേഖനം 12:14 വായിച്ച്. ദൈവം നമ്മളെ തരംതിരിക്കുകയാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മനസ്സിലായോ? അപ്പൊ ഈ യാത്ര കർത്താവിനെ കാണാൻ, സ്വകീയ പിതാവിനെ കാണാനുള്ള യാത്രയാ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ്, ദൈവം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാ യേശുക്രിസ്തു പറഞ്ഞു, വഴി സത്യവും ജീവനും ഞാനാവുന്ന എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറയാ. ഈ കർത്താവ് എന്നുള്ളതും ദൈവം എന്നുള്ളതും ഒക്കെ ഇതാ അത് സ്ഥാനപ്പേരാണ്. ഹല്ലേലൂയ, ടൈറ്റിലാണ്. എന്നാൽ ദൈവം എന്നുള്ളത് ഒരു എക്സിസ്റ്റൻസ് ആണ്, അതായത് ഒരു അസ്തിത്വമാണ്. അതൊക്കെ മനസ്സിലാക്കാത്തൊരു ഇന്നത്തേക്ക് ബൈബിൾ ക്ലാസ് പോയി പഠിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എന്നുള്ളത് സ്വർഗീയ പിതാവിനെയും വിളിക്കും, യേശുവിനെയും വിളിക്കും, ഒരു കുടുംബത്തിലെ ഗൃഹനാഥനെ വിളിക്കും. ഇതാണ് സാറ അബ്രഹത്തെ കർത്താവേ ഡോണായി എന്ന് വിളിച്ച് കീഴടങ്ങി അനുസരിച്ചു പോകുന്നു എന്ന് പറയുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ഹെവൻലി ഫാമിലി റൈറ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇതാ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു. അതേ 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ കാണുക എന്നാ വേണം? ഹൃദയശുദ്ധി വേണം. അതൊരു വാഗ്ദത്തമാണ് നമുക്കുള്ളത്. നാം പപ്പയെ കാണാൻ വേണ്ടി പോവുക, ഒരുങ്ങി പോവുക. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കുക, ശുദ്ധീകരണം എപ്പോഴും ഉത്സാഹിക്കുക. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അശുദ്ധിയെ മറയ്ക്കുന്നതല്ല ശുദ്ധീകരണം. ഹല്ലേലൂയ. അശുദ്ധിയെ മറയ്ക്കുന്നതല്ല ശുദ്ധീകരണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അശുദ്ധിയെ മറയ്ക്കുന്നതല്ല ശുദ്ധീകരണം. ന്യായപ്രമാണം എന്ന് പറയുന്ന സംഭവം കൊണ്ട് ആരും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം എന്ത് പറയുന്നത്? ഇതാ നിങ്ങൾ ചുറ്റുന്ന സാരിയില്ലേ, ഇതേപോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടുന്ന ഷർട്ടില്ലേ, ഇതേപോലെയാണ്. നമ്മളുടെ നഗ്നത മറയ്ക്കാനാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. നഗ്നത മറയ്ക്കുക. എന്നാൽ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ നഗ്നത മറയ്ക്കാനല്ല, നമ്മളുടെ അകത്തുള്ള അശുദ്ധി എടുത്ത് കളയാനാണ്. ഹല്ലേലൂയ. ഒന്ന് നമ്മളെ മറയ്ക്കുന്നു. ഹല്ലേലൂയ, മറയ്ക്കുന്നു. വ്യഭിചാരം ചെയ്യണമെന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ വ്യഭിചാരം ചെയ്യണമെന്ന് ആസക്തി അകത്തുണ്ട്. പക്ഷെ ഈ ന്യായപ്രമാണം വന്നിട്ട് വ്യഭിചാരം ചെയ്യാനുള്ള ആ ഒരു ചിന്ത നമ്മുടെ അകത്ത് വന്നതിനെ പുറത്തിറക്കാതെ, കാരണം അത് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നുള്ള പേടി കൊണ്ട് അത് ചെയ്യാതെ ഇരിക്കുന്നു. എങ്കിലും ചെയ്യാൻ പോകുമ്പോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇവർക്ക് കുറച്ചും കൂടി പേടി കൊടുക്കാൻ ഒരസുഖം പുറത്തിട്ട്, എയ്ഡ്സ്. മനസ്സിലായോ? അപ്പൊ അതും കൂടി പേടിച്ചിട്ട് അതിലേക്ക് കടക്കാതിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇവന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇവളുടെ അകത്തുള്ള വ്യഭിചാരാസക്തി പോയോ? ഇല്ല, അവിടെ തന്നെ ഉണ്ട്. ശുദ്ധീകരണമൊന്നും നടന്നിട്ടില്ല, സംഭവമൊക്കെ അകത്ത് തന്നെ ഉണ്ട്. പക്ഷേ ആത്മാവിന്റെ നിയമത്തിലേക്ക് വരുമ്പോൾ ശുദ്ധീകരണം നടക്കും. ഹല്ലേലൂയ. ഈ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പൊ ഈ നാളുകളിൽ ആള് മാറാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് അറിയില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് അറിയത്തില്ല. അത് അറിയണം, പഠിക്കണം, അത് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആള് മാറാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ സമയാസമയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെളിപ്പെടും. അകത്തുനിന്ന് നമ്മൾ വെളിപ്പെടുമ്പോഴാണ് ഇതാ ഭാര്യ ചിന്തിക്കുന്നു, എൻ്റെ ഭർത്താവ് ഇതുപോലൊരു പിശാചാണോ, ഭർത്താവ് ചിന്തിക്കുക എൻ്റെ ഭാര്യ ഇതുപോലൊരു പിശാചാണോ എന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പകരം അങ്ങനെ വെളിപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ഉള്ളിലുള്ള ആ തിന്മ നിറഞ്ഞ സ്വഭാവത്തെ എടുത്ത് കളയണം. ഹല്ലേലൂയ. ഒരു കുപ്പിയിൽ നിറച്ച് ചുമന്ന വെള്ളം നിറച്ചു വെച്ചിട്ട് കുപ്പി കാണിച്ചുകൊണ്ട് നടന്ന കുഴപ്പമില്ല. കുപ്പിയെ ചില ഉപ്പും കുപ്പി കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചിക്ക് ചിക്ക് പറഞ്ഞ് ചീറ്റണത്,
ഇല്ലേ? അതിങ്ങനെ കുപ്പി കാണിച്ചിങ്ങനെ നടക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചീറ്റിച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് പുറത്തേക്ക് വരും. ഇതേപോലെ യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തുള്ളത് പുറത്തു വരുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി തീരാനായിട്ടിടയാ. അപ്പൊ നമ്മൾ എപ്പോഴും ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക, ശുദ്ധീകരണം പ്രാപിക്കാൻ നമുക്കുള്ളത് ദൈവം തന്നതിനെ ട്രീഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയെങ്കിൽ ദൈവ ഹൃദയത്തിൽ നമുക്ക് വളരുവാൻ കഴിയും, വർദ്ധിപ്പാൻ കഴിയും, അല്ലെങ്കിൽ കഴിയില്ല. കാരണം ദൈവം നമ്മളെ ഗ്രേഡ് തിരിക്കുകയാണ്. ഏത് ഗ്രേഡിലാണ് ഇവൾ, ഏത് ഗ്രേഡിലാണ് ഇവൻ എന്ന് ദൈവം നമ്മളെ നോക്കുകയാണ്. അപ്പൊ ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഇതിനു വേണ്ടിയാണ് 3 ലെവൽ വെരിഫിക്കേഷനൊക്കെ ദൈവം വെക്കുന്ന അവസാനം, ഗ്രേഡ് തിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഫൈനൽ ലെവലിൽ ഗ്രേഡ് തിരിച്ചിട്ട് വേണം ഇവരുടെ സ്ഥാനമാനങ്ങൾ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുവാൻ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഓരോ ഗ്രേഡിലിരിക്കും. നമ്മുടെ ഇപ്പോൾ എറണാകുളത്തിരിക്കുന്ന കളക്ടർ എന്താ മറ്റുള്ളവർക്ക് കളക്ടറായിരിക്കാൻ പറ്റാത്തത്? പക്ഷെ കളക്ടർ ഓഫീസിലാണ് ജോലി ചെയ്തത്, പക്ഷെ കളക്ടർ ആകാൻ പറ്റുന്നില്ല. ഗ്രേഡ് തിരിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ ഗ്രേഡ് കയറിപ്പോയി, മറ്റവരുടെ ഗ്രേഡ് കുറച്ച് താഴെയായിപ്പോയി, പഠിത്തം കുറച്ച് താഴെയായിപ്പോയി. എന്നാൽ അവരെ പോലെയൊന്നുമല്ല. ഇത് താഴെ ഒരാൾ കച്ചവടം നടത്തുന്നുണ്ട് പെട്ടിക്കടയിൽ, എന്താ പുള്ളിയുടെ ഗ്രേഡ് വേറെയായ. അപ്പൊ ഈ ഗ്രേഡ് തിരിച്ച സമയത്ത് പുള്ളിക്കാരന് അവരുടെ ഒപ്പം പഠിച്ചില്ല, കുറേ താഴെ നിന്നു. അപ്പൊ ഓരോ സമയത്തും നമ്മൾ യേശുവോട് പഠിച്ച് ആ യേശുവിൻ്റെ ആ നുഖമേറ്റ് നമ്മൾ ഓരോ സമയം തെളിയിക്കണം. നമ്മൾ ഏത് തലമാണ്, ഏത് തരമാണെന്ന് തെളിയിക്കാനായിട്ട് ഇടയാകണം. ഒരല്പസമയമേ ഉള്ളൂ. ഈ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മുടെ തേജസ്സിനായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയമാണ്. നമ്മുടെ ലൈഫ് എറ്റേണൽ ആണ്. ഒരല്പസമയം നമുക്ക് നൽകിയിട്ടുള്ളൂ. ഈ സമയത്തേക്ക്, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നാം ഇവിടെ വെച്ചിട്ടു കൊള്ളണം. ഹല്ലേലൂയ. അപ്പോൾ ഗ്രേഡ് തിരിക്കാനുള്ള ഈ സമയത്തെ നാം നഷ്ടമാക്കി കളയരുത് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ മനുഷ്യന്റെ മുമ്പിലല്ല നിൽക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പാൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണം. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ ജീവിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്, പക്ഷെ യേശുക്രിസ്തു ഇവിടെ അവതരിപ്പിച്ചത് പുതിയ സൃഷ്ടിയുടെ ജീവിതമാണ്. അപ്പോൾ ശ്രദ്ധിച്ച മനസ്സിലാകും, യേശുക്രിസ്തു ഇവിടെ ജീവിച്ചത് ന്യായപ്രമാണത്തിന്റെ ജീവിതം കീഴിലാണ്, പക്ഷെ യേശുക്രിസ്തു ഇവിടെ അവതരിപ്പിച്ചത് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. തൻ്റെ അപ്പന്റെ ആത്മാവ് പറയുന്നു, താൻ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മാവിന്റെ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ് വരുമ്പോൾ ന്യായപ്രമാണം കളയണോ? വേണ്ട, ന്യായപ്രമാണം ഓട്ടോമാറ്റിക് നിവർത്തിക്കപ്പെടും. ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമത്തിൽ നാം ജീവിച്ചാൽ വളരെ മനോഹരമായി ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തിക തലത്തിലേക്ക് വരും. ഹല്ലേലൂയ. യേശു ജീവിച്ചത്, യേശു ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ജീവിച്ചതെങ്കിലും യേശു ജീവിച്ചത് ആത്മാവിന്റെ പ്രമാണത്തിലാണ്. ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിച്ച യേശു ന്യായപ്രമാണം ഓട്ടോമാറ്റിക് നിവർത്തിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ന്യായപ്രമാണം നിവർത്തിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടാണ്. ആത്മാവിന്റെ പ്രമാണത്തിൽ ഞാൻ ജീവിക്കുന്ന സ്വന്തം ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയും നമ്മളുടെ അനുസരണവും മാത്രം. ഹല്ലേലൂയ. അപ്പോ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ജനം തെറ്റിപ്പോകുന്നത്. നിങ്ങളിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം ദൈവവചനം പറയുന്ന ഒരൊറ്റ കാര്യം, ടേക്ക് ഹീഡ്, ശ്രദ്ധിക്കാനാ പറയുന്നത്. നോട്ട് ലീവ് ബിഫോർ മെൻ. മനുഷ്യന്റെ മുമ്പിൽ ജീവിക്കാതെ, മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കാതെ, നിന്റെ സ്വർഗസ്ഥ പിതാവിന്റെ മുമ്പിൽ ജീവിക്കുക. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മതഗ്രന്ഥവും ഒരു എഴുത്തുകാരനോ അല്ല ഒരു ദൈവദാസനോ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് യേശു കർത്താവാ പറഞ്ഞു തരുന്നേ. Take heed that you should not live before men. മനുഷ്യന്റെ മുമ്പിൽ ജീവിക്കാൻ ശ്രമിക്കാതെ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? live before God. ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുക. പക്ഷെ നമ്മളെപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുന്ന ആരുടെ മുമ്പിലാ? മനുഷ്യരുടെ മുമ്പിൽ. എന്തിനാ? മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ വാല്യൂ കയറ്റണം. മനസ്സിലായോ? അതുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ വരുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒന്നൊക്കെ അവതരിപ്പിച്ച് ഒക്കെ വയ്യെങ്കിലും നന്നായിട്ടൊക്കെ രീതിയിൽ ഒന്നൊക്കെ നിന്ന് വയറൊക്കെ കുറച്ചൊക്കെ വെട്ടിപ്പിടിച്ച് കുറച്ചൊക്കെ ഒരു ഭംഗിയുള്ള ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെയൊക്കെ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കും. കാരണം ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു വാല്യൂ. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കാനാണ്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു, നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധയില്ല. കാരണം നമ്മുടെ വാല്യൂ കൂടേണ്ടത് ദൈവം മുമ്പിലാ. മത്തായിയുടെ സുവിശേഷം 6-ാം വാക്യം വായിച്ചേ. Oh Father, we thank you. മത്തായി 6:1.
മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. വാല്യൂ ഇടിഞ്ഞു, പ്രതിഫലം പോയി, വാല്യൂ ഇടിഞ്ഞു. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളാം, എന്ത് വാല്യൂ നോക്കി ചെയ്യണം, വാല്യൂ ഇടിയരുത്. ഒരു 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 രണ്ട് മൈൻഡ് സെറ്റ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള രണ്ട് മൈൻഡ് സെറ്റ്. ഒന്ന് തൊഴിലാളി മൈൻഡ് സെറ്റ്, മറ്റത് മുതലാളി മൈൻഡ് സെറ്റ്. നമ്മുടെ ദൈവത്തിന് എപ്പോഴും മുതലാളി മൈൻഡ് സെറ്റാ. മുതലാളി എപ്പോഴും അന്വേഷിക്കുന്നത് പ്രോഫിറ്റാ, ലാഭമാണ്, ഫലം. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഫലമായോ 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 നോക്കണേ. തൊഴിലാളി നോക്കണം അങ്ങനെയല്ല, 30-ാം തീയതി ഇല്ലേ? ഇപ്പൊ ചിരി വരുന്നതിന്റെ കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ആണത്. ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ ദിവസം കൂലിപ്പണിക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ശനിയാഴ്ച ആയോ. എന്താ ഈ ശനിയാഴ്ച? ബാക്കി എല്ലാ ദിവസവും പറ്റ് മേടിക്കും, ശനിയാഴ്ച ആകുമ്പോ ഫുള്ള് മേടിക്കും ആ ആഴ്ചത്തെ. അപ്പോ തൊഴിലാളി മനസ്സും മുതലാളി മനസ്സും വേറെയാ. നമ്മുടെ ദൈവത്തിന്റെ മനസ്സൊരു മുതലാളി മനസ്സാന്ന് മനസ്സിലാക്കിക്കോ. ഇതുപോലെയാണ് ദൈവം വരുമ്പോ എപ്പോഴും അന്വേഷിച്ചു വരുന്നത് ഫലം ഉണ്ടോന്ന്. ഹല്ലേലൂയ. ഫലം ഉണ്ടോന്ന്. അപ്പോ ഫലം ഇല്ല എങ്കിൽ വെട്ടിക്കളയും. പ്രതിഫലം. ഇതേ മനസ്സ് നമുക്കായിരിക്കണം. നമ്മൾ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് എന്നാന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ മൈൻഡ് സെറ്റ് അറിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഇനി മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം പറയാം, ദൃഷ്ടി സേവ ചെയ്യാതെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ ജീവിച്ച് നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ഈ മനുഷ്യന്റെ പ്രസാദവും ദൈവം ഹിതമെങ്കിൽ ദൈവം അവിടെ നടത്തി തന്നിരിക്കും. അവിടെ ഇതാണ് ജയത്തിന്റെ രഹസ്യം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ആകരുത്. ഇതവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ടേക്ക് ഹീഡ് ദാറ്റ് യു ഡു നോട്ട് യുവർ ആംസ് ബിഫോർ മെൻ ടു ബി സീൻ ഓഫ് ദം. അവരെ കാണിക്കാൻ വേണ്ടി നീ കൊടുക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. ഹല്ലേലൂയ. അപ്പോ ഈ ആകരുത് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ ആദ്യം നടക്കണം. പിന്നെ പറയാണ്, രഹസ്യത്തിൽ നിന്നെ കാണുന്ന നിന്റെ പിതാവിന്റെ മുമ്പിൽ വേണം നീ ഇത് ചെയ്യാൻ. അപ്പോ ഈ രഹസ്യത്തിൽ എൻ്റെ പിതാവ് എന്നെ കാണുന്നു എന്ന് നമുക്ക് ആ അറിവ് വിശ്വാസമായി മാറണം. എങ്ങനെയെങ്കിലും ആ ദൈവത്തിന് മുമ്പിൽ ജീവിക്കൂ. അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുന്നവൻ തൻ്റെ ശരീരം അശുദ്ധമാകാതെ ഒരു വ്യഭിചാരത്തിന് പോകില്ല. തൻ്റെ മനസ്സ് അശുദ്ധമാകാൻ തക്കവണ്ണം ഒരു പോൺ ഫിലിം കാണില്ല. കാരണം താൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാ. ഹല്ലേലൂയ. ഞാനൊരു പോൺ ഫിലിം കാണുമ്പോ, സിനിമ കാണുമ്പോ എന്റെ കൂടെ ആരാ ഇരിക്കണേ? ദൈവമായിരിക്കണേ. ദൈവം എന്നെ വിട്ടുമാറും, എന്റെ വാല്യൂ ഇടിയും. ദൈവ ഹൃദയത്തിൽ എന്റെ വാല്യൂ ഇടിയും. അദാനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞതുപോലെയല്ല, എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാല്യൂ ഇടിയും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുക. മക്കളെ, നമുക്ക് എന്നു മുതൽ ദൈവത്തിന് മുമ്പിൽ ജീവിക്കാന്ന് അറിയാമോ? അറിയോ? എന്നാണോ ദൈവരാജ്യത്തിൽ ജനിച്ചത് അന്ന് മുതൽ ജീവിക്കാം. കാരണം ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുക, വീണ്ടും ജനിച്ചില്ല എങ്കിൽ യേശു പറയാണ് നീ ദൈവരാജ്യം കാണത്തില്ല. ആരോടാ പറയുന്നേ? പള്ളിയിലെ വലിയ പ്രസംഗനോടാ പറയുന്നേ, നിക്കോദിമോസിനോടാ പറയുന്നേ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല എന്ന്. അപ്പൊ വീണ്ടും ജനിച്ചാൽ എന്നാ കാണാൻ പറ്റും? ദൈവരാജ്യം കാണാൻ പറ്റും. അന്ന് പോലെ അവിടുത്തെ സിറ്റിസാണ്, അന്ന് പോലെ അവിടെ ജീവിച്ചുകൂടെ? ഇനി എന്തിനാ മരിക്കുന്നവരെ കാത്തിരിക്കണേ? ഇവിടെ മരിക്കുന്നവരെ എന്തിനാ കാത്തിരിക്കണേ? അന്ന് മുതൽ അവിടെ ജീവിക്കാം. അന്ന് മുതൽ അവിടെ ജീവിച്ച യോഹന്നാൻ പറയുന്ന പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടിയാണ് അവിടെ കണ്ടതും കേട്ടതൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നല്ല ഒന്നാന്തരം കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മാറണം നമ്മൾ. നമ്മുടെ വാല്യൂ വർദ്ധിക്കും. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, മൂന്ന് ടൈപ്പ് ആളുകളാണല്ലേ. 3 ടൈപ്പ് ആളുകൾ ഞാനിത് പറയാം. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലാണെന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഒന്ന്, കൺസ്യൂമേഴ്സ്.
നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൺസ്യൂമർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ, പരിപ്പ്, കടല, അരി, ശരിക്കും പറഞ്ഞ പലചരക്കട. അവിടെ പോയി കൺസ്യൂം ചെയ്യുക, മേടിക്കുക, കഴിക്കുക, മേടിക്കുക, കഴിക്കുക, മേടിക്കുക, കഴിക്കുക, മേടിക്കുക, കഴിക്കുക, ചാകുക. ഇതൊരു കൂട്ടര്. ഒന്നില്ലെങ്കിൽ ആ കൂട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ 2 കോൺട്രിബ്യൂട്ടേഴ്സ്, അതായത് മറ്റേ സ്ഥലത്ത് കൃഷിക്കാർ. ഈ കൃഷിക്കാര് കൃഷി ചെയ്ത് ഇത് ഉണ്ടാക്കിയിട്ട് വേണം ഈ കടയിലേക്ക് എത്തിക്കാൻ. അവർ കോൺട്രിബ്യൂട്ടേഴ്സാ. ഭൂമിയുടെ കാര്യം പറയണേ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, തമിഴ്നാടിന് എന്തെങ്കിലും സംഭവിച്ച കേരളത്തിന്റെ കാര്യം കട്ടപ്പോക. കാരണം ഇവിടെ എല്ലാം വൈറ്റ് കോളേഴ്സേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി പോലും സോക്സ് ഇട്ട് ഇറങ്ങും. പലരെയും കാണുമ്പോൾ അങ്ങനെയാ. ഞാൻ കണ്ടൊന്ന് വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇവിടുത്തെ കടകളിലൊന്നും സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്നാ പറ്റുന്നതിനെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരാനായിട്ട് ലോറി വരാൻ പറ്റത്തില്ല, കാരണം വെള്ളം കയറി മൂടിപ്പോയതുകൊണ്ട്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായ കാര്യം, തമിഴ്നാടിന് എന്തെങ്കിലും പറ്റിയ കേരളത്തിന്റെ കാര്യം കഞ്ഞൂടി മുട്ടും. ഹല്ലേലൂയ. അപ്പോ ഈ ആന്ധ്ര, തമിഴ്നാട് അവിടെയുള്ളവരൊക്കെ കൃഷി ചെയ്തിട്ട് നമ്മൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് തള്ളിത്തരിക. പക്ഷെ സ്റ്റോക്ക് പൊട്ടിയതുപോലെ എന്തെങ്കിലും ഒരു പൊട്ടൽ നടന്നാൽ കേരളം പട്ടിണിയാവും. അപ്പോ ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിലും ഉണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവരാജ്യത്തിന്റെ നിലയിൽ കൺസ്യൂമേഴ്സാണ്. തിന്നുന്നവർ മാത്രമാണ്. കൺസംഷൻ മാത്രമേ ഉള്ളൂ, ഇവിടെ തീറ്റ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവരാജ്യത്തിൽ ദൈവത്തോടു കൂടെ ജീവിച്ചാൽ, മനുഷ്യരോട് കൂടെ ജീവിച്ചാൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, തിന്നു മുടിക്കാനേ പറ്റുള്ളൂ. എന്നാൽ ദൈവത്തോടു കൂടെ ജീവിച്ചാൽ നീ ഒരു കോൺട്രിബ്യൂട്ടർ ആകും. ദൈവത്തോടു കൂടെ ജീവിച്ചാൽ നീ ഒരു കോൺട്രിബ്യൂട്ടർ ആകും. ഇതാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അവിടെ കണ്ടതും കേട്ടത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കോൺട്രിബ്യൂട്ടറായി അറിയിക്കുന്നു. ഹെവൻലി ഇമ്പോർട്ടേഴ്സ് കോൺട്രിബ്യൂട്ടറായി. ഇപ്പൊ എത്ര പേരെ കണ്ടു? കൺസ്യൂമറേയും കണ്ടു, കോൺട്രിബ്യൂട്ടറേയും കണ്ടു, തിന്നുന്നവനെയും കണ്ടു, സപ്ലൈ ചെയ്യുന്ന കൊടുക്കുന്നവനെയും കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് കൺസ്യൂമറിൽ നിന്ന് കോൺട്രിബ്യൂട്ടറിലേക്ക് മാറണോ? താല്പര്യമുണ്ടോ? തൊഴിലാളിയിൽ നിന്ന് മുതലാളിയിലേക്ക് മാറണമെന്ന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ യാത്ര ചെയ്യണം. ബി എ ട്രാവലർ. യാത്ര ചെയ്യണം. കാരണം ഇവിടെ നിന്ന് അവിടം വരെ പോകണ്ടേ? അപ്പൊ ഇവിടെ നിന്ന് അവിടം വരെ പോകണമെങ്കിൽ നിങ്ങളൊരു ട്രാവലർ ആകണം. നമ്മുടെ ഭൂമിയിൽ ഓടുന്ന ട്രാവലറുടെ കാര്യമല്ല പറഞ്ഞേ. ഒരു വാൻ ഓടുന്നുണ്ടല്ലോ ട്രാവലർ എന്ന് പറഞ്ഞോണ്ട്. അതായത് ഭൂമി എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്ന സ്ഥലമാണ്. സ്വർഗം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന്, ഇവിടുത്തെ ലോക സിസ്റ്റത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അതാ പറഞ്ഞ ബി എ ട്രാവലർ. എങ്കിൽ നമ്മുടെ മൂല്യം ദൈവഹൃദയത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും, ഷെയർ വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഷെയർ വർദ്ധിക്കാൻ തുടങ്ങും. യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് വിശ്വസിക്കണം. ഇതാ ദൈവവചനത്തിൽ പറയുന്നേ. പൗലോസിന് ഇത് മനസ്സിലായപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ യാത്ര ചെയ്യുക. എവിടെ നിന്ന് എങ്ങോട്ട്? ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക്. അദ്ദേഹം പറയും, ഞാൻ ഒരു കാര്യം ചെയ്യുകയാ, ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ. ഇപ്പോ ഞാനൊരു ട്രാവലറാ. ഞാൻ പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി
ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുണ്ട്. ആ വിളിയുടെ വിരുദിനായി ആ ഷെയർ എനിക്ക് വർദ്ധിപ്പിക്കണം. അതിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാ, യാത്ര ചെയ്യുകയാ. അപ്പോ പലരെയും കാണാം. ബൈബിൾ പറയുന്നു കാഴ്ചയാൽ ഇനി ജീവിക്കരുത്. കാഴ്ചയാൽ ജീവിക്കണ ആരാന്നറിയാമോ? കൺസ്യൂമർ. കൺസംഷൻ മാത്രമേ ഉള്ളൂ. പശു കാഴ്ചയാൽ ജീവിക്കുന്നു. അവിടെ കണ്ട പുല്ല് മുഴുവൻ, ചുറ്റും കണ്ട പുല്ല് മുഴുവൻ നിമിഷ നേരം കൊണ്ട് അതടിച്ച് അതിൻ്റെ ഉള്ളിൽ വായിൻ്റെ ഉള്ളിലാക്കും. ഇങ്ങനെയാണ് കാഴ്ചയാൽ ജീവിക്കുന്നവൻ. മൊത്തം കൺസ്യൂം ചെയ്യും. കൊടുക്കാൻ അവൻ്റെ കയ്യിൽ അവളുടെ കയ്യിൽ ഒന്നും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ കോൺട്രിബ്യൂട്ടർ അവൻ ആത്മാവാൽ ജീവിക്കുന്നവനാ, അവൻ കാഴ്ച ജീവിക്കുന്നവനല്ല. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അവന് കൊടുക്കാൻ ധാരാളമുണ്ട്. യേശു ഇതാ നമ്മുടെ ടെറിറ്ററിയിൽ നിന്നല്ല വന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, കൺസ്യൂം ചെയ്യുന്നവർ, ഞാൻ സ്വർഗത്തു നിന്നുള്ളവൻ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ. ഞാൻ വന്നത് നിങ്ങളുടെ പോക്കറ്റിലുള്ളത് കൺസ്യൂം ചെയ്യാനല്ല, ഞാൻ വന്നത് തരാനാണ്. എൻ്റെ അപ്പൻ നിങ്ങളെ അയച്ചത് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്, ജീവൻ തരാനോ അത് സമൃദ്ധിയായി തരുവാനോ. പിശുക്കി തരാനല്ല, അത് സമൃദ്ധിയായി തരാനാ വന്നത്. പക്ഷെ മേടിക്കാൻ ആളില്ല. ഹല്ലേലൂയ. മേടിക്കാൻ ആളില്ല. അപ്പൊ യേശു ഇവിടെ വന്ന് നമുക്ക് തരുന്ന, ജീവൻ തരുന്ന പാക്കറ്റ് വചനം എന്ന പാക്കറ്റില്ല. ഇത് ക്യാഷ് തരുന്നത് ചെക്കിലാണെങ്കിൽ യേശു തരുന്ന വചനം എന്ന പാക്കറ്റിലാണ് ജീവൻ തരുന്നത്. ഇതാ യേശു പറഞ്ഞത്, എൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ഇത് നാം വാങ്ങിക്കണം. ഇത് വാങ്ങിച്ച് നാം പ്രവർത്തിക്കണം. ഇത് ഞാനിത് കേൾക്കുമ്പോൾ പലർക്ക് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ ഇത് എന്താ പറയണം, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ട്രേഡിങ്ങിന്റെ ABCD എങ്കിലും പഠിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ABCD എങ്കിലും പഠിക്കാൻ തുടങ്ങിയാൽ ഈ കാര്യങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വേർഡുകൾ നമുക്ക് മനസ്സിലാകത്തില്ല. പൗലോസിന്റെ വേർഡുകൾ എപ്പോഴും എന്താ പറയാ, ഒരു ബിസിനസ്സുകാരന്റെ വേർഡാ. അദ്ദേഹം പറയാണ്, മരിച്ചാൽ ലാഭാട്ടോ. അപ്പൊ നമ്മളോട് പറഞ്ഞാൽ എലിക്കുടിച്ചെടുത്ത് എന്ത് പറയും? അയ്യേ, മരിച്ചാൽ ലാഭാ. മരിച്ചാൽ എൻ്റെ പിള്ളേരൊക്കെ ഇവിടുന്ന് കരയിവിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് വേറെയാ. പൗലോസ് പറയുന്നത് എനിക്ക് മരിച്ചാൽ ലാഭമാണ്. ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റ് കേൾക്കുന്ന ഒരാൾ ബുള്ളിഷ് ട്രെൻഡും ബെയറിഷ് ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, എന്ത് ട്രെൻഡ്? ബെയറിഷ് ട്രെൻഡ്. ഓ ഓക്കെ, ഒന്നും മനസ്സിലായില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. ഒരു കാര്യം മനസ്സിലായില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് ഞാൻ ചിത്രത്തിലൂടെ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ മനസ്സിലാക്കുക. ഓ ലോർഡ്, ഐ ലവ് യു. നമ്മൾ ആള് മാറണം. ദൈവത്തിന്റെ ആഗ്രഹം കൺസ്യൂമേഴ്സിനെ അല്ല, കോൺട്രിബ്യൂട്ടേഴ്സിനെ ദൈവം ആഗ്രഹിക്കുന്നേ. നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രകാശം അടക്കാനല്ല പറയണേ ദൈവം. പകരം പറയാണ്, യു ബി ദ ലൈറ്റ്. നീ ലോകത്തിന്റെ വെളിച്ചമാകുക. അല്ലേ? അങ്ങനെയല്ല പറയണേ, നീ ലോകത്തിന്റെ വെളിച്ചമാകുക. അല്ലാണ്ട് ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ നീ നടക്കാനല്ല പറയണേ. നീ ലോകത്തിന്റെ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം നീ നടന്നാൽ നീ വീഴും. പകരം നീ ആദ്യം തന്നെ ജീവന്റെ വെളിച്ചമുള്ളവനാകുക. നീ ജീവന്റെ വെളിച്ചമുള്ളവനായി നീ നടക്കുമ്പോൾ നിന്നെ നോക്കുമ്പോൾ പലരും ചിന്തിക്കും, എന്താണ് എന്നാലും ബീന ഇങ്ങനെ നടക്കണേ? ഞങ്ങൾ നടക്കണ പോലെ അല്ല അവള് നടക്കുക. എന്താണ് ഇതുപോലെ ജോമൻ ഇങ്ങനെ നടക്കണേ? ഞങ്ങൾ നടക്കുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ നടക്കണേ. നേരത്തെ പറഞ്ഞു അവൻ നടക്കണ കണ്ട അതുപോലെ നടന്ന നമ്മളുടെ കാര്യം പോക്കാം. പക്ഷെ ഇനി പറയണോ, അവൻ നടക്കണ പോലെ നമ്മൾ നടന്ന നമ്മൾ ജയിച്ചു. യേശുവിനെ കുറിച്ച് പറയാ, യേശു പറയാ, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു മാതൃക വെച്ചു പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഈ കാര്യം മനസ്സിലാക്കുക. ദൈവം നമ്മളെ തരം തിരിക്കുമ്പോ, ലോർഡ് ഐ ലവ് യു, നമ്മളെ തരം തിരിക്കുന്ന ദൈവം. നമ്മളെ തരം തിരിക്കുമ്പോൾ ദൈവം ഈ ഒരു 3 ലെവലിലേക്ക് നമ്മളുടെ ആദ്യം ചെക്ക് ചെയ്യും. സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ചിത്രത്തിലൂടെ ഇതൊന്ന് കാണാം. ലോർഡ് ഐ ലവ് യു. ഞാൻ സൂമിലുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാൻ ശ്രമിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. സൂമിൽ അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുള്ളവർ
ഫേസ്ബുക്കിൽ കയറുക. ലോർഡ് ഐ ലവ് യു. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ കാണാം. അതില് ഒന്ന്, ആദ്യത്തേത് 2 പശുക്കൾ നിന്ന് തിന്നണ കണ്ടോ? 2 പശുക്കൾ നിന്ന് തിന്നു. ഞാൻ ഇച്ചിരി വലുതാക്കി തരാം. ഓ ഫാദർ വി താങ്ക് യു. രണ്ട് പശുക്കൾ നിന്ന് തിന്നുന്നു. ഇവർക്ക് എന്താ അറിയോ? തിന്നാനേ അറിയാം. അവര് തിന്ന് 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 ആ ഭാഗം മുഴുവൻ വെളുപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇതാണ് വാക്കിംഗ് ബൈ സൈറ്റ്. കൺസ്യൂമറാണ്, കൺസ്യൂമർ. സെക്കൻഡ് കോറിന്ത്യൻ 5-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ച്. ഞാൻ ചിന്തിക്കുന്നു അതാണ് വാക്കിംഗ് ബൈ സൈറ്റ്. കാഴ്ച ജീവിക്കരുതെന്ന് എഴുതിയേക്കണം ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ 6 വായിക്കാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോ ദൈവ പൈതൽ എങ്ങനെ നടക്കണം? കാഴ്ചയാലല്ല നടക്കേണ്ടേ, കാഴ്ചയാലല്ല നടക്കേണ്ടേ. ഹല്ലേലൂയ. കാഴ്ചയാൽ നടക്കുന്ന വ്യക്തി ഒരു കൺസ്യൂമർ മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവവചനം എങ്ങനെയാ പറയണേ? എങ്ങനെ നടക്കരുത്? കാഴ്ച നടക്കരുത്. വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കും. അപ്പൊ അടുത്തിരിക്കുന്ന ആകെ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ടൊന്ന് പറ, കാഴ്ചയാലല്ല നടക്കേണ്ടേ, വിശ്വാസം നടക്കണം. ഹല്ലേലൂയ. പ്രൈസലോട് കൊടുക്കാനല്ല പറഞ്ഞേ, ഉറങ്ങിയിരുന്ന് ചാടി എഴുന്നേറ്റിട്ട് പ്രൈസലോട് കൊടുക്കാനല്ല പറഞ്ഞ്. കാഴ്ചയാലല്ല. നിങ്ങൾ സൂമിലുള്ളവരോടല്ലേ, സൂമിലുള്ളവർ അടുത്ത ആളുണ്ടെങ്കിൽ അവരോട് പറയുക, കാഴ്ചയാലല്ല വിശ്വാസം നടക്കുക. ഹല്ലേലൂയ. അടുത്ത ആരും ഇല്ലെങ്കിൽ കൂടെ ദൂതനുണ്ട്, ദൂതനോട് പറയുക. ദൈവവചനം പറയുന്നു ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കേണ്ട, വിശ്വാസം നടക്കണം. ഹല്ലേലൂയ. ഇനി വേറൊരു കൂട്ടരെ കാണാം. താഴെ, നിങ്ങൾക്ക് ഏറ്റവും താഴെ നോക്കിയേ. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സാറ്റലൈറ്റാ. ചിത്രത്തിൽ കണ്ടോ? സാറ്റലൈറ്റ്. ഭൂമിയുടെ മുകളില് ഒരു ബഹിരാകാശ പേടകം, സാറ്റലൈറ്റ്. ഇതാ റോക്കറ്റ് അവിടെ കൊണ്ട് എത്തിച്ചു. സാറ്റലൈറ്റിനെ അവിടെ കൊണ്ട് എത്തിച്ചിട്ട് ആ സ്പേസിൽ അതിന്റെ ഓർബിറ്റിൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഇനി ഇതെന്താ ചെയ്യണമെന്നറിയാമോ? ഇത് ചെയ്യുന്നത് മുഴുവൻ, ഇതിന്റെ സോളാർ പാനൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ചെയ്യുന്നത് മുഴുവൻ ഇത് ചുറ്റുപാടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കും. ഭൂമിയുടെ ഫോട്ടോസ്, മറ്റു പല ഫോട്ടോസൊക്കെ എടുത്ത് കാലാവസ്ഥ വ്യതിയാനങ്ങളും കാര്യങ്ങളും, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചിന്തയിൽ ഇന്റർനെറ്റ് കേബിൾ സമുദ്രത്തിന്റെ അടിയിൽ കൂടി പോകുന്നതൊക്കെ മാറ്റിയിട്ട് എല്ലാ സാറ്റലൈറ്റിൽ കൂടെ കൺട്രോൾ ചെയ്യുന്ന എലോൺ മസ്കിന്റെ രീതിയിലുള്ള ഒരു സ്റ്റാർ കണക്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന തലം ഇതിന്റെയാണ്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന TV ബ്രോഡ്കാസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ സാറ്റലൈറ്റ് വഴിയാണ്. ഇൻസാറ്റ് 2, ഇൻസാറ്റ് 3 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോ ഇതെന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഫോട്ടോസും എടുത്ത് പല ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഇത് വളരെ എളുപ്പത്തിൽ ഇത് പണി ചെയ്യുന്നു. ഇത് കൺസ്യൂമർ അല്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുക, കൊടുക്കുകയാണ്. മനസ്സിലായോ? ബഹിരാകാശത്തിലെ ചിത്രങ്ങളൊക്കെ എടുത്ത് ഭൂമിക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് കോൺട്രിബ്യൂട്ടർ ആയിത്തീരുന്നത്. നമ്മൾ ആത്മാവാൽ നയിക്കപ്പെടാൻ തുടങ്ങിയാൽ, ദൈവപുത്രന്മാരാകാൻ തുടങ്ങിയാൽ, പുതിയ സൃഷ്ടിയിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ കോൺട്രിബ്യൂട്ടറായി മാറും. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന പല സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കാത്ത സന്ദേശങ്ങളാണ്, ഒരു പുസ്തകത്തിൽ കാണാത്ത സന്ദേശങ്ങളാണ്. പക്ഷെ എല്ലാം ബൈബിൾ പ്രകാരമാണ്. കാരണം ഇത് കിട്ടുന്നത് ഭൂമിയിൽ നിന്നല്ല, ഇത് കിട്ടുന്നത് സ്വർഗീയ ഭവനത്തിൽ നിന്നാണ്. മനസ്സിലായോ? ഇതാണ് വിശുദ്ധ യോഹന്നാൻ പറയും, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാ അവിടെ കണ്ടതും കേട്ടതും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ.
അപ്പൊ ഭൂമിയിൽ കണ്ടതും കേട്ടതും ഞങ്ങൾ പലയിടത്തും അറിയിക്കാറുണ്ട്. എന്നാൽ ഉയരത്തിൽ കണ്ടതും കേട്ടതും ഈ സാറ്റലൈറ്റ് എന്താ ചെയ്യണേ? ഉയരത്തിൽ കണ്ടതും കേട്ടതും ഭൂമിയെ അറിയിക്കുന്നു. ഇതേപോലെ നമ്മളും ഉയരത്തിൽ കണ്ടതും കേട്ടതും ഭൂമിയെ അറിയിക്കണമെങ്കിൽ പുതിയ സൃഷ്ടിയിൽ വളരണം, ആത്മാവാൽ നയിക്കപ്പെടണം. ഇതാ ദൈവവചനം പറയുന്നത്. ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, പിന്നെ അവര് പുസ്തകം നോക്കി വായിച്ചു പഠിച്ചു എന്നല്ല എഴുതിയേക്കണേ. ദൈവമോ തന്റെ ആത്മാവിനാൽ ഇത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത. എന്റെ മോനെ മോളെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാ, കമോ അതിലേക്ക് കടന്നു വാ. എന്നും പുസ്തകപ്പുഴുവായിട്ടിരിക്കാതെ ഈ പുസ്തകം എഴുതിയ ദൈവത്തിന്റെ ആത്മാവിന്റെ വീട്ടിലേക്ക് കടന്നു വാ. അവിടെ കണ്ടതും കേട്ടത് നിങ്ങൾക്ക് ലോകത്തോട് അറിയിച്ചൊരു കോൺട്രിബ്യൂട്ടറായി തീരാൻ നിങ്ങൾക്ക്. ഹല്ലേലൂയ. താല്പര്യമുണ്ടോ കോൺട്രിബ്യൂട്ടർ ആകാൻ? ഹല്ലേലൂയ. അല്ല എന്നെന്നും കൺസ്യൂം ഈ ചൈനീസിനെ കുറിച്ച് കേട്ടുള്ള, ചൈനക്കാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ഈ ഏറ്റവും കൂടുതൽ എക്കണോമി ലെവൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. ഇപ്പോ നമ്മളവരെ വെട്ടിച്ചട്ടോ, നമ്മളവരെ ഓവർകം ചെയ്തു. എന്തിനാണെന്നറിയാമോ? പെറ്റ് പെരുകുന്നതിൽ. നേരത്തെ അവരായിരുന്നു ജനസംഖ്യയിൽ 1-ാം സ്ഥാനം. ഇപ്പൊ നമ്മൾ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയറി 1-ാം സ്ഥാനം അടിച്ചിരിക്കുക. ഹല്ലേലൂയ. അവരേതാണ്ട് 140 കോടിയെ കണ്ടുള്ളൂ. കാരണം നമ്മളെ 141 കോടി അടിച്ചിപ്പോ ഏകദേശം ആ ലെവലിലേക്ക് കയറി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ചൈനക്കാരുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന അവിടെ നിന്ന്. നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ കൂടുതലും ഇവണ് വില കൂടിയ ഫോണാണെങ്കിൽ പോലും അവസാനം നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ചൈന ഉള്ളിൽ നോക്കുമ്പോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇല്ല, ക്വാളിറ്റി ആ കമ്പനിയുടെ തന്നെ അവർ കീപ്പ് ചെയ്യും, കാരണം ആ ബ്രാൻഡ് ആയതുകൊണ്ട്. ഇത് വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഈ ലെവലിൽ വളർന്നതിന്റെ കാരണം അവരുടെ മൈൻഡ് സെറ്റാണ്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അവർ ജോലിക്ക് പോകുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെന്നും തങ്ങളുടെ സമയം വിറ്റ് വേറൊരാൾക്ക് സമയം വിറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ജോലിക്ക് പോകുന്നത്. നല്ലൊരു പങ്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ ഉണ്ടാക്കണം, ഒരു ബിസിനസ് ടെക്നോളജി മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകത്തില്ല, അവരൊരു ബിസിനസ് തുടങ്ങും. ഹല്ലേലൂയ. കാരണം ഒരു റെയിനിങ് മെന്റാലിറ്റിയാണത്. കാരണം ഞാൻ ഒരാളുടെ കീഴിൽ നിൽക്കുകയല്ല, പകരം ഒരു റെയിനിങ് മെന്റാലിറ്റി, ഞാനൊരു കോൺട്രിബ്യൂട്ടർ ആയി തീരും. ഹല്ലേലൂയ. മറ്റത് അങ്ങനെയല്ല, ആ വ്യക്തിയെ മുതലാളിയെ പ്രസാദിപ്പിച്ച് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നിൽക്കുക. മുതലാളിക്ക് എന്തെങ്കിലും തോന്നുക ഇവനെ ഫയർ ചെയ്യണമെന്ന് തോന്നിയാൽ അന്ന് ഇവള് പുറത്തായി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു മെന്റാലിറ്റിയാണ് അവരെ. അതുകൊണ്ടാണ് ആ രാജ്യം ഇത്രത്തോളം കയറി വരുവാനായിട്ട് ഇടയായത്. ഞാൻ ആ രാജ്യത്ത് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ ബിൽഡിങ്ങുകൾ ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വളരെ ചെറുതായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇനി ഈ 2 ഭാഗങ്ങൾ കണ്ടു. ഇതാ കൺസ്യൂമർ, അപ്പൊ തന്നെ കോൺട്രിബ്യൂട്ടർ. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ കാഴ്ചയെ ജീവിക്കുന്ന തലത്തിൽ മാത്രം ഒതുങ്ങി കിടക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മൾ സ്പിരിച്വലി ഈ കോൺട്രിബ്യൂഷൻ ലെവലിലേക്ക് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ റോക്കറ്റ്, ആ സാറ്റലൈറ്റിനെ ബഹിരാകാശം കൊണ്ട് എത്തിച്ചതുപോലെ നാം യാത്ര ചെയ്യണം. നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ഈ ഭൂമിയിലെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലെ സിസ്റ്റത്തിൽ കൊണ്ട് പാർക്ക് ചെയ്യിക്കണം. ഹല്ലേലൂയ. അങ്ങനെയൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാഞ്ഞേട്ടാ. നിങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടേ. പകരം ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇനിയും ഭൂമിയിലുള്ളത് അല്ല. നമ്മൾ നിരന്തരം അനുസരണക്കേട് കാണിക്കുന്ന വചനം പറയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ. അപ്പൊ ഭൂമിയിലുള്ളത് വേണ്ടേ? ഭൂമിയിലുള്ളത് ഇറ്റ് വിൽ ഫോളോ യു മൈ ഡിയർ ചൈൽഡ്. ഇതല്ലേ കർത്താവ് പറഞ്ഞ, സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ്. ആദ്യം നീ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യം അന്വേഷിക്കുക. ദെൻ
ഭൂമി നിനക്ക് വേണ്ടതെല്ലാം നിന്നെ പിന്തുടരും. ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ഹല്ലേലൂയ. ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ പലരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ച് ഇതാ ഈ +2 കഴിഞ്ഞ് BA കഴിഞ്ഞ് MA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കൂല. കാരണം അവർക്ക് എന്നാന്നറിയാമോ? ഗ്രാമർ തെറ്റൂലേ ബ്രദറെ, ഗ്രാമർ തെറ്റൂലേ. പക്ഷെ പല 10ാം ക്ലാസ്സുകാർ സുന്ദരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ അവരോട് ചോദിച്ചാൽ അവര് പറയുന്നത് അറിയാമോ? ഹൂ കെയർസ് ഗ്രാമർ, ഹൂ കെയർസ്? The language is only to transfer what is in my mind to your mind. Hallelujah. The grammar will automatically follow. ഞാൻ ഒരിക്കലേ എനിക്കിത് മനസ്സിലാക്കി തന്നത് കുഞ്ഞുനാളിലെ +2 പഠിക്കും, പ്രീ ഡിഗ്രിക്ക് പഠിക്കും. അന്ന് പ്രീ ഡിഗ്രിയാണ്. ഞാൻ ഫിസിക്സ് സാറിൻ്റെ അടുത്ത് സെൻറ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഫിസിക്സ് സാറ് തൃപ്പൂണിത്തുറയില്ല. പുള്ളിയുടെ അവിടുത്തെ ഫിസിക്സിന് ട്യൂഷന് പോയി. അപ്പോൾ ട്യൂഷന് പോയപ്പോൾ ഞാൻ പുള്ളിക്കാരൻ ചോദിച്ചോ, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ ഗ്രാമറൊക്കെ നോക്കണ്ടേ സാറേ? അപ്പൊ പുള്ളി പറഞ്ഞതാ, ഹൂ കെയർസ്? ആര് ഗ്രാമർ നോക്കുന്നു? യു സ്പീക്ക്, ഗ്രാമർ വിൽ ഫോളോ. ഹല്ലേലൂയ. There may be errors, but day by day the errors will be corrected. Hallelujah. അല്ലാണ്ട് നീ ഗ്രാമർ നോക്കിയിരുന്നാൽ നീ 10 MA കഴിഞ്ഞാലും നീ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. Hallelujah. You speak, grammar will follow. അന്ന് ആ ഫിസിക്സ് സാറ് ഒരപ്പച്ചൻ വയസ്സനായ ആളാ. അപ്പോ അദ്ദേഹം പറഞ്ഞു തന്ന ആ ഗൈഡൻസ് എനിക്ക് ഇന്നും വളരെ എളുപ്പമാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. Hallelujah. ഇതാ കർത്താവ് യേശു പറഞ്ഞേ, seek the kingdom of God, everything will be added. ഹല്ലേലൂയ. നീ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, അതോട് കൂടെ ഭൂമിയിൽ നിനക്ക് വേണ്ടത് ഇതാ നിന്നെ അനുഗമിക്കും. കാരണം അതാ ദൈവിക നിയമമെന്നേ. നീ ദൈവരാജ്യം അന്വേഷിച്ച ഈ ഭൂമി നിനക്ക് വേണ്ട നിന്നെ പിന്തുടരും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? വി ആർ പെർസ്യൂവിങ് അവർ ഓൺ ഇൻട്രസ്റ്റ്. നമ്മൾ നമ്മുടേതായ കിങ്ഡത്തെ അന്വേഷിച്ച് നടക്കണേ. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടത് നമ്മൾ അന്വേഷിച്ച് പിടിക്കണം. മറ്റത് അങ്ങനെയല്ല. നമ്മൾ ദൈവത്തെ പിന്തുടരും. നമുക്ക് വേണ്ടത് ദൈവം ചേർത്തോണ്ടേയിരിക്കും. ഹല്ലേലൂയ. നീ ഒരു കമ്പനിക്ക് വേണ്ടി വണ്ടി ഓടിക്കുവാണെങ്കിൽ വണ്ടിയുടെ പെട്രോൾ തീർന്നതിന് മുമ്പ് കമ്പനി കൊണ്ട് പെട്രോൾ അടിച്ചിട്ട് പോകും. കാരണം നീ വണ്ടി നിർത്തിയാൽ ആർക്കാ നഷ്ടം? കമ്പനിക്ക് നഷ്ടം. അതുകൊണ്ടാ പ്രിയ സഹോദരങ്ങളെ ആദ്യമേ പറഞ്ഞ് നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി, കമ്പനിക്ക് വേണ്ടി ഓട്. നിങ്ങളുടെ ഈ വണ്ടി ഉണ്ടല്ലോ തളരാൻ ദൈവം മുതലാളി അനുവദിക്കത്തില്ല. വേണ്ട ആരോഗ്യം, വേണ്ട ശക്തിയും, വേണ്ട ബലവും ഒക്കെ തന്ന് നിങ്ങളെ ദൈവം ഓടിക്കും, ശക്തിയോടുകൂടെ ഓടിക്കും. പക്ഷെ നിങ്ങൾ ഓടാൻ വേണ്ടി തളർന്നാൽ നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടാ, ഇന്നൊരു പ്രയാസമാ, ഇന്നൊരു വിഷമമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന, ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് അവളെ ഒന്ന് സന്തോഷിപ്പിക്കണം, ഞാൻ 2 കാളയെ വാങ്ങിച്ചു, അതിനെ നോക്കാൻ പോകണം, ഞാൻ പുതിയതായിട്ടൊരു സ്ഥലം കണ്ടു, അതിന് കാര്യങ്ങൾക്ക് പോകണം, ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവസഹായം ഒരല്പം ആ ദൈവഹൃദയത്തിലുള്ള നമ്മളെ കുറിച്ചുള്ള ചിന്ത ആ ഷെയർ ഒരല്പം ഇടിക്കരുത്. അതെപ്പോഴും കേറി പോകണം. അല്ല, കാരണം ദൈവം നമ്മളെ ഇവിടെ സോർട്ട് ചെയ്യുക, തരംതിരിക്കുക, ഗ്രേഡ് ചെയ്യുകയാണ്, ക്ലാസിഫൈ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കൺസ്യൂമറിൽ നിന്ന് കോൺട്രിബ്യൂട്ടറിലേക്ക് ഒരു യാത്രയാണ്. ആ യാത്രയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് വളരെ വ്യക്തതയോടെ. ഇപ്പൊ നമ്മൾ കേട്ടു കൊളോസ്യ ലേഖനം 3:1-2 നമ്മൾ കേട്ടു. എന്നാ കേട്ടെ? ഇനിയും ഭൂമിയിലുള്ളതല്ല, എന്താ പറഞ്ഞേ? അടുത്താക്കി ഷെയ്ക്കാൻ എടുത്തിട്ട് പറ, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കാൻ പറ. അങ്ങനെ പറഞ്ഞില്ലേ? ഇനി ചോദിക്കേ, ഇത് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ ഹൃദയം എന്താ ചിന്തിച്ചെന്ന്? അപ്പൊ പിന്നെ എന്റെ കാര്യം ആര് നോക്കും? ഇനിയും ഭൂമിയിലുള്ളതൊന്നും വേണ്ട, ഉയരത്തിലുള്ള ചിന്തിച്ച പിന്നെ എന്റെ കാര്യം ആര് നോക്കൂന്ന് പലരുടെയും ഹൃദയം പറഞ്ഞില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ കാര്യം, നമ്മളുടെ ബേസിക് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഈ കൈക്ക് കാലൊക്കെ തന്നേക്കണേ. നടക്കണം, നിൽക്കണം, ചെയ്യണം, മുഖം കഴുകണം, ഇതെല്ലാം എല്ലാ കാര്യം നമ്മൾ ചെയ്യണം. പക്ഷെ നമുക്ക് വേണ്ട സകല കാര്യങ്ങളും പുറകിൽ അറേഞ്ച് ചെയ്യാൻ ദൈവമുണ്ട്. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും. യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്.
ഹല്ലേലൂയ. യഹോവ പണിതാൽ നമുക്ക് കാര്യങ്ങൾ ലഭ്യമാകാനായിട്ട് ഇടയാകും. യഹോവ പണിതില്ലെങ്കിൽ കാര്യമൊന്നും നടക്കത്തില്ല. ഒരു വിത്തിൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം, ഒരു മാങ്ങാണ്ടിയുടെ ഉള്ളിൽ ദൈവം ഓൾറെഡി മാവ് പണിത് വെച്ചിട്ടുണ്ട്. അറിയോ? മാവ് പണിതിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി ആ മാവ് എടുത്ത് ആ വണ്ടി എടുത്ത് നിലത്ത് പാകിയാൽ മതി. അതിൽ ഓട്ടോമാറ്റിക് മാങ്ങ മുളച്ചു വരും. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിത്തെടുത്ത് പാകിയാലും മാങ്ങ ഉണ്ടാവില്ല, മാവ് ഉണ്ടാവില്ല. ദൈവം പണിത് റൈറ്റ് സ്ഥലത്ത് നമ്മൾ റൈറ്റായിട്ട് ചിന്തിക്കും. റൈറ്റായിട്ട് നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ. ആ റൈറ്റായിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും. നിന്റെ പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യണം, എന്നിട്ട് യഹോവയിൽ സമർപ്പിക്കണം. നിന്റെ പദ്ധതി യഹോവ ഭരമേൽപ്പിക്കുക. എങ്കിൽ ആ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരും. അപ്പോ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ കൺസ്യൂമറിൽ നിന്ന് കോൺട്രിബ്യൂട്ടറിലേക്ക് വരണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. സ്പിരിച്വൽ ജേണി യാത്ര ചെയ്യണം, എങ്കിലേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോ നമ്മളെ ഇന്ത്യയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ ജസ്റ്റ് ലൈക്ക് ഒരു കൺസ്യൂമിങ് കൺട്രി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ള ആളുകൾ ഗൾഫിലേക്ക് പോകുന്നു, ഗൾഫിൽ ഉള്ളവർ ചിലപ്പോൾ US പോകുന്നു. ഇങ്ങനെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പണം അയക്കുക, എന്നിട്ട് ഇവിടെ പണി നടക്കുക. അപ്പൊ അവര് സപ്ലൈ ചെയ്യുന്നു, ഇവര് സ്വീകരിച്ച് പണിയുന്നു. ഹല്ലേലൂയ. അപ്പോ ഇത് കണ്ടപ്പോ ഒരമ്മച്ചി പറഞ്ഞു, എടാ മോനെ, തെക്കേ വീട്ടിലെ ജോണ് അവൻ പോയിട്ട് അവൻ വലിയ വലിയ വീടൊക്കെ പണിതു. എടാ നീയും പോടാ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവനും ഒരു പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്ത് ഇവനും ഇതാ ദുബായിക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കും. എന്തിനാണ്? കോൺട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് മാത്രം നിൽക്കാതെ, കൺസ്യൂമർ ലെവൽ മാത്രം, തിന്നുന്ന ആ ലെവലിൽ, സ്വീകരിക്കുന്ന ലെവല് മാത്രം നിൽക്കാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് പോകാൻ വേണ്ടി ദുബായിക്ക് യാത്രയാകുക. ഇതേപോലെ നമ്മൾ യാത്രയാകണം. എവിടെ നിന്നാണ്? ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് യാത്രയാകാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ശരീരം എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. ഇപ്പൊ ശരീരം എടുത്ത് പോവില്ല, അത് ഇവിടെ തന്നെ തീരും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് യാത്ര ചെയ്യാം, നമ്മുടെ സോളിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇതാ പറഞ്ഞത്, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു വിശുദ്ധ പൗലോസ്. ഹല്ലേലൂയ. ഇതാണ് ഫിലിപ്പി ലേഖനം 3:13-14 എഴുതിയിരിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. അതെന്താണ്? പിമ്പിലുള്ളത് മറന്നു. അതെന്താണെന്നറിയാമോ? അതൊരു യാത്രയാണ്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞ സംഭവം എന്തുവാ? ഒരു യാത്രയാ. ഹല്ലേലൂയ. പിൻപിലുള്ളത്, കൺസ്യൂമർ സ്റ്റേഷനിലുള്ളത് മറക്കുന്നു. കോൺട്രിബ്യൂട്ടർ സ്റ്റേഷൻ, അതായത് സപ്ലൈ ചെയ്യുന്ന സ്റ്റേഷനിലുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് അങ്ങോട്ടേക്ക് ഞാൻ യാത്രയാവുകയാണ്. വായിക്കേ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാ. ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി. ഇതിനു വേണ്ടി പോകാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയാണ് പുതിയ സൃഷ്ടി, ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടി. ഇത് മനസ്സിലാക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എല്ലാ കോൺട്രാക്ടേഴ്സും വഴിവെട്ടുന്നത് ഈ ഭൂമിയിലുള്ള വഴികളാണ്, അല്ലേ? വഴി എന്ന് വെച്ചാൽ യാത്ര പോകാൻ വേണ്ടിയുള്ളതാണ്. ഭൂമിയിലുള്ള വഴിയാണ്. ഇതാ NH47, NH66. ഇതാ ഒരേ സ്ഥലത്ത് കയറുമ്പോൾ വണ്ടി ഇങ്ങനെ പറയും, NH66 തിരിയുക എന്നൊക്കെ പറഞ്ഞ് വണ്ടി പറയും. അപ്പോൾ ഇതെല്ലാം ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വഴികളാണ്, ഉയരത്തിലേക്കുള്ള വഴിയല്ല. പക്ഷേ ഒരു കോൺട്രാക്ടർ ഇവിടെ വന്നു, ഹെൽപ്പർ എന്നാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്, യേശുക്രിസ്തു. എന്തിനാണെന്നറിയാമോ? ഭൂമിയിൽ നിന്ന്, ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, കൺസ്യൂമിംഗ് സ്റ്റേഷനിൽ നിന്ന് കോൺട്രിബ്യൂഷൻ സ്റ്റേഷനിലേക്ക് വഴിവെട്ടാൻ ഒരു സ്പിരിച്വൽ ഹൈവേ ആയിരുന്നു അത്. അതാണ് ഹെബ്രായ ലേഖനം 10:19 പറയുന്നത്, തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. ലോകത്ത് ഇതുവരെയുള്ള സകല കോൺട്രാക്ടറും ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് വഴിവെട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ കുഞ്ഞുനാളിലെ ഈ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പരിഷ്കാരങ്ങൾ എസ്സേ വരും. അപ്പൊ ഞങ്ങൾക്ക് അത് എഴുതണം, 20 മാർക്കാണ്. അപ്പോ പുള്ളി എത്ര റോഡ് വെട്ടിയിട്ടുണ്ടോ, എത്ര മരം വെച്ച് പിടിപ്പിച്ചോ, അത് മൊത്തം എഴുതണം, ഇന്നോടത്തൊക്കെ, എങ്കിലേ മാർക്ക്. ഹല്ലേലൂയ. ഇതാ
ക്രിസ്തുവിന്റെ ഭരണപരിഷ്കാരങ്ങൾ. അതിൽ പെടുന്ന ഒരെണ്ണാണ് പ്രധാനപ്പെട്ട ഒരെണ്ണം. ഒരു കോൺട്രാക്ടറും ചെയ്യാത്ത ഒരു പരിപാടി. ലോകത്തുനിന്ന് ദൈവരാജ്യത്തിലേക്ക് ഒരു ഹൈവേ. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴി. ഈ ഭൂമിയിലെ ഒരു വഴിക്കും ജീവനില്ല, പക്ഷെ ഇത് ജീവനുള്ള വഴിയാ. ആ ജീവനുള്ള വഴിയാണ് പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. ജീവനുള്ള വഴിയാണ് പുതിയ സൃഷ്ടി. വായിച്ചേ 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. ശ്രദ്ധിച്ചേ, ജീവനുള്ള പുതുവഴി എന്ന് പറഞ്ഞ ജീവനുള്ള പുതുവഴി. അപ്പോ കൺസ്യൂമറിൽ നിന്ന്, കൺസ്യൂമർ എന്ന് വെച്ചാൽ കഴിച്ചു തീർക്കുന്ന ആള്, കോൺട്രിബ്യൂട്ടർ എന്ന് വെച്ചാൽ കൊടുക്കുന്ന ആള്. കൺസ്യൂമറിൽ നിന്ന് കോൺട്രിബ്യൂട്ടറിലേക്ക് പോകാനുള്ള വഴിയില്ലെന്ന് ഇനി പറയരുത്. ജീവനുള്ള പുതുവഴി. ആ ജീവനുള്ള പുതിയ വഴിയാണ് കർത്താവായ യേശുവിലെ പുതിയ സൃഷ്ടി. മനസ്സിലായോ? പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഇതുവരെ ലോകത്തിൽ ഇത്രയധികം പുതിയ സൃഷ്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എത്രയധികം പുതിയ സൃഷ്ടിയെ കുറിച്ച് കേട്ടു. ഞാൻ പറഞ്ഞത്, ഞാൻ ലോകത്തിൽ നിന്ന് ഇതുപോലെ പുതിയ സൃഷ്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എത്രയധികം സ്വർഗത്തിൽ ദൈവം എന്നോട് നിങ്ങളുടെ പുതിയ സൃഷ്ടിയെ കുറിച്ച് സംസാരിച്ചു. ഹല്ലേലൂയ. പക്ഷെ പലരും ഇന്ന് വരെ ഈ ഒരു അറിവില്ലാത്തവരെ പോലെ നിൽക്കരുത്. നിങ്ങളുടെ മൈൻഡ് ആദ്യം തന്നെ ഇതാ ഈ കൺസ്യൂമർ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ അവസാനിക്കും. ഇതാ കോൺട്രിബ്യൂഷൻ സ്റ്റേഷനിലാണ് ഇനി നമ്മളുടെ ജീവിതം മുഴുവൻ. ഹല്ലേലൂയ. കാരണം പ്രപഞ്ചം മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന ദൈവത്തിന്റെ വീട്ടിലെ ദൈവത്തിന്റെ മക്കളാ. നമ്മൾ ഇതിനെ കെയർടേക്ക് ചെയ്യേണ്ടതാ. അപ്പന് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ആളുകളാ. അപ്പോൾ അതിനുവേണ്ടി അപ്പം നമ്മൾ ഒരുക്കിയെടുക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളിവിടെ ഗ്രേഡ് തിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ചെറിയ ഗ്രേഡായി തീരരുത്. ആ കർത്താവ് യേശുവിലെ ആ ഉയർന്ന ഷെയർ നമുക്ക് കിട്ടണം. അപ്പോൾ കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഹെബ്രായ ലേഖനം. ഓ ഫാദർ, വി താങ്ക് യു. ഉയർന്ന ഷെയർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹെബ്രായ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ മൊത്തം ഷെയറിന്റെ കാര്യം പറയണം മൊത്തം. ഓ ഫാദർ, വി താങ്ക് യു. ലോർഡ്, ഐ ലവ് യു. ജീസസ്, ഐ ലവ് യു. ലോർഡ്, ഐ ലവ്. അതിന്റെ ആദ്യ ഭാഗം വായിച്ചോ. 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഒരു സെക്കൻഡ്. എന്താ വിളിക്ക്? സ്വർഗീയ വിളിക്ക്. സ്വർഗീയ വിളിക്ക് തന്നെ എന്ത്? ഓഹരിക്കാർ. ഓഹരി വിപണിന്ന് കേട്ടണ്ട. ഇത് സ്പിരിച്വൽ ഷെയറാണ്. സ്വർഗീയ വിളിക്ക് ഓഹരി. ഓഹരിക്കാരായുള്ളവരെ ഓഹരി കിട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ. മുപ്പയുള്ള മൊത്തം ഓഹരി ആരുടെ പേർക്കാന്നറിയാമോ? ഇപ്പൊ സ്വർഗത്തിലുള്ള മൊത്തം ഓഹരി ആരുടെ പേർക്കാന്നറിയോ? ഇതൊക്കെ ഒന്ന് വില മനസ്സിലാക്കണം. ഇത് മൊത്തം ഓഹരി ക്രിസ്തുവിന്റെ പേർക്കാ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം സകലത്തെയും ഉളവാക്കി അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. മൊത്തം ഓഹരി ക്രിസ്തുവിന്റെ പേർക്കാ. ഇനി ആ ഓഹരി നമുക്ക് മേടിക്കണ്ടേ? ക്രിസ്തുവിന്റെ ഓഹരിയിൽ നമുക്ക് പങ്കാളികളാകണ്ടേ? ഹല്ലേലൂയ. ഈ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഈ ഭൂമിയിലെ പോലെ കൺസ്യൂം ചെയ്ത് തീർക്കുന്ന ആളല്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. കാരണം ഇഷ്ടംമാതിരി ഉണ്ട് കയ്യിൽ കൊടുക്കാൻ. ഹല്ലേലൂയ. അപ്പോ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരാണ് നമ്മൾ. ഇനി നമ്മൾ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അതിന്റെ 6-ാം വാക്യത്തിൽ വായിച്ച്. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ താഴേക്ക് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ഹല്ലേലൂയ. അവസാനത്തോളം പിടിച്ചുകൊള്ളണോ? അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന്റെ ഭവനമായി മാറുകയാണ്. താഴേക്ക് ഇതാ അതിന്റെ 14-ാം വാക്യം വായിച്ച്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. വീണ്ടും പറയുന്നു, ക്രിസ്തുവിൽ പങ്കാളികൾ, ഓഹരിക്കാർ. ഹല്ലേലൂയ. ആദ്യ വിശ്വാസം എന്ത് ചെയ്യണം? അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിൽ നാം ഓഹരിക്കാരായി മാറും. ഹല്ലേലൂയ. ഓഹരിക്കാരായി മാറും. അപ്പോ ഇതാ ഈ ഓഹരി പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല.
ഹല്ലേലൂയ. ഇതാ അദാനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു വീണത് മനുഷ്യ ഹൃദയങ്ങളിൽ അദാനിയുടെ ബിസിനസിനെ കുറിച്ചൊരു നെഗറ്റീവ് വാല്യൂ വന്നു. കാരണം US-ൽ ഏതോ കേസിൽ അദ്ദേഹത്തിനെതിരെ പല വാറന്റുകളും പുറപ്പെടുവിച്ചു, അദ്ദേഹം ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചു എന്ന ന്യൂസ് ജനത്തിന്റെ മനസ്സിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഷെയറൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ, ഷെയർ എടുത്തവരുടെ മനസ്സിൽ അത് ഇടിഞ്ഞു. ഉടനെ തന്നെ 2.60 lakh crore ഷെയർ ഇടിഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യന്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം ഇല്ലാതെയായതാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം ദൈവഹൃദയത്തിൽ ഉയരണം. നല്ല ഷെയറുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞു തരട്ടെ, 1-2 പേരെ കുറിച്ച്. അതിലൊന്നാണ് ഇയ്യോബ്. പിശാച് വന്നപ്പോ പിശാചിന്റെ അടുക്കൽ ഞാൻ ഈ കാരണവന്മാരെ കണ്ടിട്ടുണ്ട്. കാരണവന്മാർ വീട്ടിൽ ആരെങ്കിലും വന്ന് അവരോട് ഇങ്ങനെ വീമ്പിളക്കി സംസാരിക്കും. നമ്മുടെ വീട്ടിലെ കാരണവന്മാരുടെ കാര്യമായി പറഞ്ഞേ. ഞാൻ കാണുക സ്വർഗത്തിലെ ദൈവം പിശാച് എല്ലാം ചുറ്റി അവിടെ വന്നു കഴിഞ്ഞപ്പോ ഉടനെ ദൈവപിതാവ് പറയാ, എന്റെ ദാസനാ യോബിനെ കണ്ട, യോബിനെ കുറിച്ച് ഉയർത്തി പറയുകയാണ്. അതിന്റെ അർത്ഥം നല്ല വാല്യൂ യോബിന് ദൈവഹൃദയത്തിൽ. മനസ്സിലായ? പിന്നെ ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വർഗസന്നിധിയിൽ നിന്ന് ദൂതം വന്ന് ദാനിയേലിനെ കാണാൻ വന്നപ്പോ ഏയ് ദാനിയേലേ, ഏയ് ഏയ് ഇങ്ങനെയല്ല വിളിച്ചേ, MVP, മോസ്റ്റ് ബിലവഡ് പേഴ്സൺ. ദൂതൻ അറിയാം ഈ വ്യക്തി ആരാന്നറിയാമോ ദൈവത്തിന്? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല. ഹല്ലേലൂയ. കണ്ടോ വാല്യൂ നോക്കിയേ, ദൈവഹൃദയത്തിൽ ദാനിയേലിന്റെ വാല്യൂ നോക്കിയേ, മോസ്റ്റ് ബിലവഡ് പേഴ്സൺ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതേപോലെ ദൈവഹൃദയത്തിൽ വാല്യൂ ഉള്ളവരായി നാം മാറണം. മനുഷ്യ ഹൃദയത്തിലല്ല. മനുഷ്യ ഹൃദയത്തിലെ വാല്യൂ അത് മരണമുള്ള മനുഷ്യർ, അത് ഇവിടം കൊണ്ട് തീരും. ഇന്ന് പുകഴ്ത്തി പറയുന്ന നാളെ ഇടിച്ചു പറയും. ഹല്ലേലൂയ. എന്നാൽ നാം ഓരോ നിമിഷവും ഹൃദയശുദ്ധി പ്രാപിച്ചുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് അടിയുണ്ടാക്കാൻ വരുന്നവനെ അങ്ങ് വിട്ടുമാറുക, അവളെ അങ്ങ് വിട്ടുമാറുക. ഹല്ലേലൂയ. കാരണം നിനക്കൊരു പക്ഷെ നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് നഷ്ടപ്പെടാൻ, എനിക്ക് ഒരു സ്വർഗീയ ഭവനമുണ്ട്, എൻ്റെ പപ്പായുണ്ട്, എൻ്റെ ചേട്ടായിയുണ്ട്. എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് സ്വർഗീയ കുടുംബമുണ്ട്. നിനക്കൊന്നും ഉണ്ടാകത്തില്ലായിരിക്കാം, നിനക്ക് അറിയത്തില്ലായിരിക്കാം. ഇതാ ഞാൻ നിന്നോട് വഴക്കൊന്നുമില്ല, ഞാൻ അല്പം അകന്ന് നിൽക്കുകയാണ്. പടക്കം തീയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പോലെ ഞാൻ നിന്നിൽ നിന്ന് ഒരല്പം അകന്നു നിൽക്കുകയാണ്. കാരണം നിന്റെ വായിലെ വാക്കുകൾ എൻ്റെ അടുത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കും, അത് എൻ്റെ ജീവിതത്തിന് അപകടമായി തീരും. അതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കോപിഷ്ഠനോട് സഹിതമരുത്, നീ അവന്റെ വഴികളെ കണ്ടുപിടിക്കുകയോ നിന്റെ പ്രാണൻ അവസാനം പിടിയിലാകും, കുടുക്കിലാകുകയും ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കുക. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം തള്ളിക്കളഞ്ഞ ഏശാവിനെ പോലെ ആരും അഭക്തരായി തീരുവാൻ ഇടയാകരുത്. കൂടെ ശാസന കേട്ടിട്ട് നീക്കുപോക്ക് പ്രാപിക്കാത്ത ആ വ്യക്തി അവൻ എന്നേക്ക് നശിച്ചു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക. എല്ലാവരും തെറ്റുകളിൽ വീഴും, ആരും തെറ്റുകളിൽ വീഴാതെ എല്ലാം നല്ലതായിരിക്കുന്ന ഒരു മനുഷ്യനും ലോകത്തില്ല. പക്ഷെ തെറ്റുകളെ തിരുത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആ വീണ പൈതൽ നടക്കാൻ ശ്രമിക്കുമ്പോൾ വീണു, അവൻ എഴുന്നേറ്റ് വരുമ്പോ അപ്പൻ എത്ര സന്തോഷമാണെന്നറിയാമോ? ഹല്ലേലൂയ. അല്ലാണ്ട് അവിടെ കിടന്ന് ഉരുളുകയല്ല വേണ്ടത്. നാം എപ്പോഴും മാനസാന്തരപ്പെടുക. കാരണം നമുക്കിവിടെ നിൽക്കുന്ന ഒരു നഗരവും ഇല്ല. ഇവിടെ ദൈവം നമ്മളെ ഗ്രേഡ് തിരിക്കുക. നമ്മുടെ വാല്യൂ ഒരിക്കലും കുറച്ചു കളയരുത്, വാല്യൂ കൂടട്ടെ. നമ്മുടെ ദൈവഹൃദയത്തിൽ നാം വളരുവാനായിട്ട് ഇടയാകട്ടെ. യേശുവിനെ കുറിച്ച് പ്രിയ പിതാവ് പറഞ്ഞതെന്നറിയാമോ? ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. എന്നാ വാല്യൂ ആ ഉള്ളില്, ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് പറയാം, മോസ്റ്റ് ബിലവഡ് പേഴ്സൺ. എന്നാ വാല്യൂ ആ ഉള്ളില്. യോബിനെ കുറിച്ച് പറയാം, പിശാചിനോട് എന്റെ ദാസനെ പോലെ ദോഷം വിട്ടകന്നവൻ വേറെ ആരാ? ഹല്ലേലൂയ. ഇതുപോലെ നമ്മളെക്കുറിച്ചും പറയുവാനായിട്ട് ഇടയാകണം. അല്ല, നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ അപ്പൻ്റെ മുഖം ചുളിയരുത്, അപ്പൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറയുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഗ്രേഡ് തിരിക്കുമ്പോൾ നമ്മൾ 30-ലും താഴേക്ക് പോയി തള്ളിപ്പോകരുത്. കുറഞ്ഞത് 30 അല്ല 60 അല്ല 100 തന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതം. ഒരല്പസമയം കൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം തീരും. നാം ആരോടുകൂടെ ആയിരിക്കുന്നു അതേപോലെ നമ്മൾ ആയിത്തീരും. അതുകൊണ്ട് നമ്മുടെ കൂട്ട് സ്വർഗീയ പിതാവിനോട് ആ പുത്രനായ ക്രിസ്തുവോടും കൂടെ ആകട്ടെ. ഇതിനായി നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. കേട്ട വചനം ദൈവം പോലെ കരുതാം. ഇനിയും ഒരു കാഴ്ചയാൽ ജീവിക്കുന്ന ഒരു കൺസ്യൂമർ മാത്രമായി ഒതുങ്ങാതെ
ഒരു കോൺട്രിബ്യൂട്ടറായി തീരുവാൻ ഞാനൊരു ട്രാവലറായി തീരും. ഞാനൊരു യാത്രക്കാരനായി തീരും. എൻ്റെ യാത്ര എവിടെ നിന്ന് എങ്ങോട്ടാ? എൻ്റെ യാത്ര ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്കാ. ലോകത്ത് ദൈവരാജ്യത്തിലേക്കാ. പിൻപിലുള്ളതിനെ ഞാൻ മറന്ന്, ജഡമണ്ഡലത്തിലുള്ളത് ഞാൻ മറന്ന്, ജഡമണ്ഡലത്തിലുള്ളത് ഞാൻ മറന്ന്, ഹല്ലേലൂയ, ജഡമണ്ഡലത്തിലുള്ളത് ഞാൻ മറന്ന് ആത്മമണ്ഡലത്തിൽ ദൈവരാജ്യത്തിലുള്ളതിനെ ലക്ഷ്യം വെച്ച്, ഇതാ യേശു പറഞ്ഞ മുമ്പേ ദൈവരാജ്യം നിന്റെ ലക്ഷ്യമായിട്ട് വയ്ക്കുക. ദൈവരാജ്യം ലക്ഷ്യമായി വെച്ചുകൊണ്ട് യാത്രയാവുക. കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പ് നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ 3 കൂട്ടത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഓരോരുത്തരും അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ച്. കാഴ്ചയാൽ മാത്രം ജീവിക്കുന്ന ഒരു കൺസ്യൂമർ തലത്തിലാണോ? അതോ യേശുവിനെ പോലെ, പൗലോസിനെ പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് പറഞ്ഞ് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കോൺട്രിബ്യൂട്ടർ തലത്തിലാണോ? എന്നാൽ പൗലോസ് ഒരു കോൺട്രിബ്യൂട്ടർ ആകാൻ കാരണം അദ്ദേഹം ഒരു ട്രാവലറായിരുന്നു. ഒരു ട്രാവലർ എപ്പോഴും ദർശനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതാണ് യേശു പറഞ്ഞത് നമ്മളോട്, മുമ്പേ ദൈവരാജ്യം നിന്റെ ദർശനമായിട്ട് വെക്കേ. മുമ്പേ ദൈവരാജ്യം നിന്റെ ദർശനമായിട്ട് വെക്കേ. ദൈവരാജ്യം ദർശനമായിട്ട് വെക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഒരു ട്രാവലറാകാൻ കഴിയൂ. അല്ലാത്ത വ്യക്തി ഈ ഭൂമിയിൽ ഒരു കൺസ്യൂമറായി തിന്നു തീർക്കുന്നവൻ മാത്രമായിട്ട് അവസാനിക്കും. ദൈവരാജ്യം ദർശനമായി വെക്കുന്നവന്റെ ശരീരം ഭൂമിയിലാണെങ്കിലും അവന്റെ ഹൃദയം ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് ക്രിസ്തുവെ അനുഗമിച്ചുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിൽ ലക്ഷ്യമാക്കി യാത്രയാകും പൗലോസിനെ പോലെ. അങ്ങനെയുള്ളവർക്കാണ് പൗലോസിനെ പോലെ ഒരു കോൺട്രിബ്യൂട്ടറായി തീരുവാൻ കഴിയുക. 14 ലേഖനങ്ങൾ സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ ജീവിതം ഇടയാക്കിയത് ഈ യാത്രയാണ്. നമുക്കും ഈ യാത്രയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ആളുമാറിയ തലത്തിലേക്ക് നമുക്ക് മാറാം. എല്ലാവർക്കും ക്രിസ്തുവിന്റെ ഒരു പരിമളമായി നാം തീരുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും ഒരു കയ്പുള്ള വേരകത്ത് മുളച്ച് അനേകർ അതിനാൽ മലിനമാകുന്ന തലത്തിലേക്ക് നാം മാറാതെ, ലോകത്തിൽ നമ്മുടെ വേര് നടാതെ, ജഡത്തിൽ നമ്മുടെ വേര് നടാതെ, സ്വർഗത്തിൽ വേരുള്ളവരായി ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നവരായി നമ്മുടെ വായ് നന്മ മാത്രം പറയട്ടെ. നാം കേൾക്കുന്ന മറ്റുള്ളവനെ കുറിച്ചുള്ള തിന്മകൾ നമ്മളിൽ സംസ്കരിക്കപ്പെടട്ടെ. അത് വീണ്ടും ഇവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടരുത്. സ്വർഗത്തിൽ നിന്ന് നാം കേൾക്കുന്ന ദൈവിക ചിന്തകൾ നമ്മളിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടട്ടെ. അതവിടെ സംസ്കരിക്കരുത്. അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. ഞാനൊരു കൺസ്യൂമറാണോ കോൺട്രിബ്യൂട്ടറാണോ? Am I a consumer or a contributor? Check ourselves. കോൺട്രിബ്യൂട്ടർ ആകാൻ താല്പര്യമുള്ളവർ ദൈവത്തോട് പറഞ്ഞാടെ, അപ്പാ എനിക്ക് ക്രിസ്തുവിനെ പോലൊരു കോൺട്രിബ്യൂട്ടർ ആകണം, കൊടുക്കുന്നവനാകണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. എനിക്കൊരു കൊടുക്കുന്നവനായി തീരണം. പൗലോസിന് അതിന് കഴിഞ്ഞത് കോൺട്രിബ്യൂട്ടർ ആകാൻ വേണ്ടി അദ്ദേഹം ഒരു ട്രാവലറായി മാറി, ഒരു യാത്രക്കാരനായി മാറി, ഒരു പാസഞ്ചറായി മാറി. എവിടെ നിന്നെങ്ങോട്ട്? ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്. ഏത് വഴിയിലൂടെ? പുതിയ സൃഷ്ടിയിൽ, യേശുവെ അനുഗമിച്ച പുതിയ സൃഷ്ടിയിൽ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്നു മുതൽ ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവേയോ ഞാൻ ജഡപ്രകാരം അറിഞ്ഞിരുന്നേ, പക്ഷെ ഇന്നു മുതൽ ഇല്ല.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ പുതിയ സൃഷ്ടിയിൽ ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ തരംതിരിക്കുന്നു എന്ന്, അതിന് ഞങ്ങളുടെ പ്രവൃത്തികളെ, ഞങ്ങളുടെ ചിന്തകളെ ഒക്കെ അങ്ങ് പരിശോധിക്കുന്നുവെന്നും, അതിനായി അങ്ങ് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ പുത്രനായ ക്രിസ്തുവെയാണെന്നും, വീശുമുറം ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നും, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നു. അങ്ങ് ഞങ്ങളെ തരംതിരിക്കുമ്പോൾ ഞങ്ങൾ പതിരുപോലെ തള്ളപ്പെട്ടു പോകാതെ, കുറഞ്ഞ വാല്യുള്ള 30 മേനിയായി അവസാനിക്കാതെ കൂടുതൽ വാല്യൂ ഉള്ളവരായി ക്രിസ്തുവെ പോലെ ആയി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊള്ള ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദാസൻ വിശ്വാസ ജീവിക്ക് പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അങ്ങയുടെ ഹൃദയത്തിൽ വളരുന്നവരായി ഞങ്ങൾ തീരുവാൻ, മനുഷ്യരുടെ മുമ്പിലല്ല അങ്ങയുടെ മുമ്പിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ജനത്തെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹോളി ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും ഈ മക്കളോട് കൂട്ടായിരിക്കട്ടെ പിതാവേ. മക്കളെ, നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ, ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. നിന്റെ അപ്പനും അമ്മയുമായ നിന്റെ ദൈവം നിന്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ കാത്തിരുന്ന ആ അപ്പൻ, ഇതാ അവന് വേണ്ട സകല കാര്യങ്ങൾ ഒരുക്കി കാത്തിരുന്ന അപ്പൻ ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവനായ യഹോവയുടെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ഇന്നലെ ഇന്നും നാളെയും മാറാത്തവനായ ക്രിസ്തു, ആ ക്രിസ്തുവിൽ ജനിച്ച മക്കളാണ് നീ എങ്കിൽ ഇന്ന് അപ്പന്റെ അടുക്കലേക്ക് നിന്റെ ഹൃദയം ഒന്ന് തിരിയട്ടെ. നിന്റെ ശരീരം ഭൂമിയിലാണെങ്കിൽ നിന്റെ ഹൃദയം സ്വർഗീയ ഭവനത്തിൽ പാർക്കുവാൻ തക്കവണ്ണം ആ ക്രിസ്തുവെ അനുഗമിച്ച് യാത്രയാകട്ടെ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനെ അവിടെ കാണാം. നിന്റെ സകല ആവശ്യങ്ങളും ആ ഹൃദയം കാണുന്ന അപ്പൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ആവശ്യങ്ങളുടെ മേൽ തന്റെ മഞ്ഞും മഴയും അയക്കാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോ നീ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് ആ ദൈവിക തേജസ്സിന്റെ മേൽ കടന്നു വരട്ടെ. നിന്റെ സകല ആവശ്യങ്ങളുടെ മേൽ ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപരിധിയിൽ എത്ര ദൂരെ എത്ര മൈലുകൾക്ക് അകലെയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളെ ഒളിച്ച് നിനക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല. അതിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവിക തേജസ്സായി നിന്റെ മേൽ കടന്നു വരുവാൻ ഇടയാകട്ടെ. അതിനായി പ്രിയ മകനെ, പ്രിയ മകളെ, പ്രിയ ദൈവദാസനെ, ദൈവദാസിയെ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നിന്നെ തൊരട്ടെ. ഇപ്പോൾ നിന്റെ ശരീരത്തോട് പോരാടുന്ന എല്ലാ രോഗങ്ങളും, എല്ലാ രോഗകാരണങ്ങളും, എല്ലാ രോഗത്തിന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോവുക കൽപ്പിക്കുക. കർത്താവേ, ഞാൻ കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. മേലിൽ ആ രോഗങ്ങൾ തൊട്ട് പകർന്ന വേദനകൾ പോകാം, ആ ശ്വാസം മുട്ടലുകൾക്ക് മാറി നിൽക്കാം എന്ന് യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുക. പിശാചേ, ഇത് നിന്റേതല്ല, യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാ ഞങ്ങളുടെ അപ്പച്ചനായി വിലയ്ക്ക് വാങ്ങിയ കുഞ്ഞുങ്ങളാ, തൊട്ടുപോകരുത്. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളാലും നിങ്ങൾ നിറഞ്ഞ് കവിയുവാനിടയാകട്ടെ. സകല മഹത്വ സ്വർഗീയ പിതാവേ, അങ്ങ് യേശുവിൻ നാമത്തിൽ തന്നെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായോ? ഗ്ലോറി ടു ഗോഡ്. അങ്ങ് കരങ്ങളുടെ ദൈവത്തിന് നന്ദി പറഞ്ഞേ. Hallelujah. We thank you, Heavenly Father. We thank you, Lord Jesus. Hallelujah. പ്രിയ സഹോദരങ്ങളെ, മറന്നു പോകരുത്. അടുത്ത റിട്രീറ്റ് ഡിസംബർ 2-ാം തീയതിയാണ്. നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാം. നമുക്ക് ഇവിടുത്തെ ഡിനോമിനേഷൻ ഉണ്ടാക്കുന്നവരായിട്ടല്ല, പകരം ഈ ലോകത്ത് പിശാച് പിടിച്ചിട്ടവരെ കൊള്ളയടിച്ച് ദൈവഭവനത്തിൽ അവരുടെ ഒറിജിനൽ ആ ബോർഡിലാക്കുക. അതിനായി ക്രിസ്തുവോട് ചേർന്ന് ക്രിസ്തുവിന്റെ നല്ല കാന്തയായി നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ 1-ാം തീയതി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഗോസ്പൽ ടിവിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങളത് പലപ്പോഴും അറിഞ്ഞു കാണും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രപൂർവമായ ഒരു പ്രവൃത്തിയാണ് സ്വർഗീയ പിതാവിനെ ക്രിസ്തീയ മക്കളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. അതിനെ
അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ലോകത്തിന് യേശു ഓൾറെഡി പറഞ്ഞു, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാനോ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനെ മറച്ചു കളയുന്ന ഒരു തലം ഇന്ന് പിശാച് വളരെ തന്ത്രപൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഒരു ബോധ്യം കൊടുക്കുവാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുക, അനേകർക്ക് അത് അയച്ചു കൊടുക്കുക, അത് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയാകുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മാത്രമല്ല ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു ഡിസംബർ മാസം അവസാനത്തെ 3 ദിവസം 29, 30, 31 ഞായർ തിങ്കൾ ചൊവ്വയാണ് ഈ പ്രാവശ്യം വരുന്നത്. നമ്മുടെ ഇയറിന്റെ ഹയർ ലെവൽ കോൺഫറൻസ്, ഫാസ്റ്റിംഗ് പ്രെയർ എല്ലാമാണ്. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെന്നുണ്ടെങ്കിലും ഇതാ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്, ഇവിടെ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ഇതാ ആ ദൈവസന്നദ്ധിയിൽ ആ ദിവസങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പ എന്നെ ഇതുവരെയും കരുതിയതിന് നന്ദി പറയുക. ഇതാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടിയിരിക്കുകയാണ്. അതൊരു ദൈവസന്നദ്ധിയിൽ, അപ്പന്റെ സന്നിധിയിൽ മക്കളുടെ ക്രിസ്തുവിൽ ചേർന്ന് വരുന്ന ഒരു ആഘോഷമായി തീരട്ടെ. നിങ്ങൾ ഏവരെയും അതിനായി ക്ഷണിക്കുകയാണ്. ഡിസംബർ 29, 30, 31 നിങ്ങൾ ഏവരെയും എറണാകുളം പ്രാർത്ഥനാലയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.